നമ്മുടെ എല്ലാ എഡ്യൂക്കേഷനും, അത് കോളേജ് ലെവലിലാവട്ടെ, സ്കൂൾ ലെവലാവട്ടെ, യൂണിവേഴ്സിറ്റി ലെവലിലാവട്ടെ, ഏത് സബ്ജക്റ്റ് ആവട്ടെ, എല്ലാ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ യൂണിവേഴ്സിറ്റികളും എഡ്യൂക്കേഷൻ സിസ്റ്റങ്ങളും പ്രാധാന്യം കൊടുത്തിട്ടുള്ളത് ഈ ലോക സംബന്ധമായ അറിവുകൾക്കാണ്. ഈ ലോകത്തിൽ എങ്ങനെയാണ് പ്രപഞ്ചം വികസിച്ചത്, ഊർജത്തിൽ നിന്നും എങ്ങനെ വികസിച്ചു, ഭൂമി, സൂര്യൻ, ചന്ദ്രനൊക്കെ ഉണ്ടായി, അതുപോലെ തന്നെ ഈ ഭൂമിയിലുള്ള കെമിക്കൽസ് എന്തൊക്കെയാണ്, അതാണ് ഊർജ്ജം നിന്നും പഠിപ്പിക്കുന്നത്. അതുപോലെ എങ്ങനെയൊക്കെയാണ് പ്ലാന്റുകളും അങ്ങനെയൊക്കെ ഉണ്ടായതെന്നുള്ള എല്ലാം ഭൗതികമായ കാര്യങ്ങളെ പഠിപ്പിക്കുന്നത്. ഒരു യൂണിവേഴ്സിറ്റിയും കോളേജുകളോ എന്താ പറയുക സ്കൂളുകളോ ഈ മനസ്സിനെക്കുറിച്ച് ആരും പഠിപ്പിക്കുന്നില്ല. എനിക്ക് തോന്നുന്നു മനസ്സിനെക്കുറിച്ച് പഠിപ്പിക്കാത്തത് കൊണ്ടായിരിക്കാം ഇന്ന് നമ്മുടെ ജീവിതം ഒരു വശത്ത് നമ്മൾ പലതും പ്രതീക്ഷയിൽ കൊണ്ടു നടക്കുന്നെങ്കിലും ആ പ്രതീക്ഷയ്ക്കനുസരിച്ച് ഉയർത്താൻ നമുക്ക് സാധിക്കാത്തത്. എല്ലാവർക്കും ജീവിതം സന്തോഷമായി തീരണമെന്നുണ്ട്, ഉണ്ടോ? എല്ലാവർക്കും ജീവിതം സ്നേഹസമ്പന്നമാവണമെന്നുണ്ട്. എല്ലാവർക്കും ജീവിതത്തിൽ കൈവയ്ക്കുന്നതൊക്കെ പൊന്നാവണം, അല്ലെങ്കിൽ ജീവിതത്തിൽ പരാജയപ്പെടരുത്. അതുപോലെ തന്നെ ഒരു പ്രതിസന്ധിയിലും തളരരുത് എന്നൊക്കെ എല്ലാവർക്കും ആഗ്രഹമുണ്ട്, ഉണ്ടോ ഇല്ലയോ? അത് ഏത് രാഷ്ട്രീയക്കാരനാവട്ടെ, ഏത് മതത്തിൽപ്പെട്ടവനാവട്ടെ, ചിന്തിക്കുന്നതൊക്കെ നല്ലതാണ്. പക്ഷെ പലപ്പോഴും ഈ ചിന്തകൾക്കനുസരിച്ച് ജീവിതത്തെ നമുക്ക് ഫുൾഫിൽ ചെയ്യാൻ സാധിക്കുന്നില്ല. ഞാൻ വിജയം ആഗ്രഹിക്കുന്നുവെങ്കിലും പരാജയപ്പെടുന്നു, ഞാൻ സ്നേഹം ആഗ്രഹിക്കുന്നുവെങ്കിലും വെറുപ്പ് നേടുന്നു, ഞാൻ സുഖം ആഗ്രഹിക്കുന്നുവെങ്കിലും ദുഃഖം അനുഭവിക്കുന്നു, ഉണ്ടോ ഇല്ലയോ? ശരിയാണോ ഇത്? ഇതെങ്ങനെയാണ് ഇതിൽ നിന്ന് മാറ്റം വരുത്താൻ സാധിക്കുക? ഭാഗവതത്തിൽ 5000 വർഷങ്ങൾക്ക് മുമ്പ് ചോദിച്ച ചോദ്യം ഇതാണ്. വിതുരൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രം മൈത്രീയ മഹർഷിയെ കാണുമ്പോൾ ചോദിക്കുന്ന ചോദ്യം തൃതീയ സ്കന്ധത്തിൽ 5-ാമത്തെ അധ്യായത്തിൽ 2-ാമത്തെ ശ്ലോകമാണ് ഈ പറയുന്നത്. സുഖായ കർമാണി കരോതി ലോകേ നദൈ സുഖം വാന്യതു പാരമം വാം വിന്ദേദഭൂയ യത് യത്ര യുക്തം യതത്ര യുക്തം ഭഗവൻ വദെന്നം. സുഖായ കർമാണി കരോതി ലോകേ നദൈ സുഖം വാന്യതു പാരമം വാ വിന്ദേദഭൂയ യതത്ര ദുഃഖം യതത്ര യുക്തം ഭഗവൻ വദെന്നം. ആളുകൾ ഇവിടെ സുഖത്തിന് വേണ്ടി പലതും ചെയ്യുന്നു. പക്ഷെ സുഖം വിചാരിച്ച പോലെ കിട്ടുന്നില്ല എന്ന് മാത്രമല്ല, ദുഃഖം വർദ്ധത്തെ, ദുഃഖവും ഭയവും അസ്വസ്ഥതകളും ഒക്കെ ഉണ്ടാകും. ഇതെന്താണ് കാരണം? ഇതിന് നമുക്കുള്ള ഒരു ഉത്തരം എന്താണെന്ന് വെച്ചാൽ, നാം പറയുന്നത് നമ്മുടെ ഒരു ലോജിക്ക്, നമ്മുടെ ഒരു റീസൺ എന്താന്ന് വെച്ചാൽ, ജീവിതം എന്ന് പറയുന്നത് സുഖവും ദുഃഖവും നിറഞ്ഞതാണ്. ഇതാണ് നമ്മൾ ലോജിക്ക് വയ്ക്കുന്നത്, നമ്മുടെ ഒരു കണ്ടുപിടുത്തം. പക്ഷെ ഇതാണോ സത്യത്തിൽ? നിങ്ങൾ പറയുന്നതിനെ ഗോപികമാർ അംഗീകരിക്കില്ല. ഗോപികമാർ പറയുന്നു തെറ്റാണ് നിങ്ങൾ പറയുന്നത്. നിങ്ങൾ സുഖം ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് സുഖത്തിൽ ജീവിക്കാനുള്ള കഴിവുകളുണ്ട്. നിങ്ങൾ വിജയം ആഗ്രഹിക്കുന്നുവെങ്കിൽ വിജയത്തിൽ എത്താനുള്ള കഴിവ് നിങ്ങളിലുണ്ട്. ഗോപികമാർ പറയുന്നു വളരെ മനോഹരമായിട്ട്, സുരതവർദ്ധനം ശോകനാശനം സുരിതവേണുനാ സുഷ്ടു ചുംബിതം ഇതരരാഗ വിസ്മാരണം നൃണ വിതരവീരനത്തേതരാമൃതം. സുരതവർദ്ധനം ശോകനാശനം. ശോകം നശിപ്പിക്കാനുള്ള കഴിവുണ്ട്, ദുഃഖം നശിപ്പിക്കാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട്. പക്ഷെ ഇന്ന് നമുക്ക് ആ കഴിവ് നഷ്ടപ്പെട്ടതിന് കാരണം വി നെവർ ഫോക്കസ്ഡ് ഓൺ ദ മൈൻഡ്, വി മിസ്ഡ് ദാറ്റ്. നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നതൊക്കെ മറ്റു കാര്യങ്ങളിലാണ്. ഇതാണ് കൃഷ്ണൻ ആദ്യം തന്നെ പറഞ്ഞ് പഠിപ്പിക്കുന്നത്. നമ്മുടെ എഡ്യൂക്കേഷൻ തുടങ്ങേണ്ടത് തന്നെ, നമ്മൾ പഠിപ്പിക്കേണ്ട ആദ്യത്തെ സ്റ്റെപ്പ് തന്നെ നാം എന്ന് പറയുന്നത് മനസ്സും ശരീരവും. ഇത് നിങ്ങൾ എഴുതി വെക്കണേ. വി ആർ ദ കോമ്പിനേഷൻ ഓഫ് കോൺഷ്യസ് ആൻഡ് കോസ്മിക് എനർജി. ഇത് സയൻസിന് നഷ്ടപ്പെട്ടു പോയി. ഫിസിക്സ് കോൺഷ്യസ്നെസ്സിനെ കുറിച്ച് പഠിപ്പിച്ചിട്ടില്ല, കോസ്മോളജിയെ കുറിച്ച് പഠിപ്പിച്ചു. കെമിസ്ട്രി കോൺഷ്യസ്നെസ്സിനെ കുറിച്ച് പഠിപ്പിച്ചിട്ടില്ല.
ബയോളജി കോൺഷ്യസ്നെസ്സിനെ കുറിച്ച് പഠിപ്പിച്ചിട്ടില്ല. പക്ഷെ കോൺഷ്യസ്നെസ് എന്നൊരു ബോധമില്ലെങ്കിൽ എന്തുണ്ട്? ഈ പുസ്തകത്തിൽ എന്തെല്ലാം കെമിക്കൽസ് ഉണ്ടെന്ന് എനിക്ക് പഠിക്കണമെങ്കിൽ എനിക്കതിനെക്കുറിച്ച് പഠിക്കാനുള്ള നിങ്ങൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലായില്ല? എത്ര പേർക്ക് മനസ്സിലായില്ലേ? കൈപ്പൊക്കൂ. മനസ്സിലാവാത്തവർ കൈപ്പൊക്കൂ. മനസ്സിലായിട്ടില്ല. എൻ്റെ ചോദ്യം ഇതാണ്. കണക്ക് പഠിക്കുന്ന കുട്ടികൾ, സയൻസ് പഠിക്കുന്നു ഇല്ലേ? പല ലാംഗ്വേജുകൾ പഠിക്കണം. ഇവിടെ എത്ര പേര് അധ്യാപകന്മാരുണ്ട്? കൈപ്പൊക്കൂ. കുറേ പേരുണ്ട്. വെരി ഗുഡ്. നിങ്ങൾ പല സബ്ജക്റ്റുകൾ കുട്ടികളെ പഠിപ്പിക്കണം. ആ സബ്ജക്റ്റുകളൊക്കെ ഇന്ന് ഉള്ളത് കൊണ്ടാണ് പഠിപ്പിക്കുന്നത്, ആണോ? സിലബസിലുണ്ട്. ഇതൊക്കെ പഠിക്കാൻ ഒരു വ്യക്തിക്ക് സാധിക്കുന്നതിന് കാരണം പഠിക്കാൻ കഴിവുള്ള, ഇൻട്രസ്റ്റ് ഉള്ള ഒരു മനസ്സുള്ളത് കൊണ്ടാണ്. എൻ്റെ ചോദ്യം, നിങ്ങളുടെ ഏതെങ്കിലും സ്കൂളുകളിൽ സബ്ജക്റ്റുകളിൽ മനസ്സിനെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ടോ? ഉണ്ടോ ഇല്ലയോ? അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ വിദ്യാഭ്യാസം ഫൂളിഷ്നെസ് ആണെന്ന്. മനസ്സിലാവുണ്ടോ നീക്ക്? എന്നാ മനസ്സില്ലേ നമുക്ക്? ഉണ്ടോ ഇല്ലയോ? ആ മനസ്സിനെക്കുറിച്ച് നിങ്ങൾ പഠിച്ചിരുന്നെങ്കിൽ നിങ്ങൾക്ക് മനസ്സിൻ്റെ വീക്ക്നെസ്സും മനസ്സിലാകുമായിരുന്നു, നിങ്ങൾക്ക് മനസ്സിൻ്റെ സ്ട്രെങ്തും മനസ്സിലാകും. കാരണം ഈ പ്രപഞ്ചത്തിൽ നമുക്ക് സ്വാതന്ത്ര്യമുള്ള ഒരേ ഒരു സാധനം, ഇറ്റ് ഈസ് യുവർ ഓൺ മൈൻഡ്. സോ മൈൻഡ് യുവർ മൈൻഡ്. വേറൊരു സാധനത്തിൽ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തന്നിട്ടില്ല. ഉണ്ടോ? എൻ്റെ ശരീരത്തിൽ എനിക്ക് സ്വാതന്ത്ര്യം തന്നില്ലേ? സ്വാതന്ത്ര്യം തന്നിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും നരക്കില്ലായിരുന്നു. ആർക്കും നരയ്ക്കണമെന്ന് മോഹമില്ല. നരയെ പിടിച്ചു നിർത്താൻ പറ്റില്ല. ആരോ എന്നോട് പറഞ്ഞു, സ്വാമി ടി വിയിലൊക്കെ കറുത്തിട്ടാണല്ലോ, നേരിട്ട് കാണുമ്പോൾ നരച്ചിട്ടുണ്ടല്ലോ. അപ്പം ഞാൻ പറഞ്ഞു, ഇപ്പോഴാണ് ഞാൻ നരനായത്. ഇതുവരെ നരനായിട്ടില്ല. ശരി. പലരും നരയ്ക്കാതിരിക്കാൻ എന്തൊക്കെ യുദ്ധം ചെയ്യണോ വീട്ടിൽ. പല ക്രീമുകൾ അവിടെ തേച്ചു, ഇവിടെ തേച്ചു. ആരോ പറഞ്ഞതുപോലെ മകളെ കല്യാണം കഴിച്ചു കൊടുക്കാൻ ഞാൻ അമ്മയ്ക്ക് ടെൻഷനാണ്. പക്ഷെ മകള് പ്രസവിച്ചാൽ അതിലേറെ ടെൻഷനാണ്. കാരണം അമ്മൂമ്മേന്ന് വിളിക്കില്ലേ, അപ്പം മുത്തശ്ശിയായില്ലേ, പ്രായമായില്ലേ. ആർക്കും പ്രായമാവണ്ട. അതുകൊണ്ടാണ് ചിലരോടൊക്കെ പ്രായം ചോദിച്ചാൽ വലിയ അപകടമാണ്. ഞാൻ ഒരിക്കലും ഒരു അബദ്ധം ചെയ്തിട്ടുള്ളൂ. ഒരു അമ്മയോട് പ്രായം ചോദിച്ചു. അമ്മ എന്ന് പറയാൻ ഒരു ലേഡി. അപ്പം അവരതിനും ബുദ്ധിയുള്ളവർ, എനിക്ക് തോന്നുന്നു പാലക്കാട്ടിൽ നിന്നാണെന്ന്. എന്നോട് തിരിച്ചു ചോദിച്ചു, സ്വാമിക്ക് കണ്ടിട്ട് എത്ര തോന്നണമെന്ന്. ഞാൻ വിട്ടുകൊടുക്കോ? ഞാൻ അവരോട് പറഞ്ഞു, തല കണ്ടാൽ 18 വയസ്സ്, മുഖം കണ്ടാൽ 20 വയസ്സ്, ഉടല് കണ്ടാൽ 30 വയസ്സ്, എല്ലാം കൂടി ചേർത്താൽ എത്രയുണ്ടോ അത്രയും വയസ്സ്. കാരണം ഒന്നൊന്നിനും യോജിപ്പില്ല. ഇതാണ് നുണ പറയല്ല. അപ്പോൾ പറഞ്ഞു വരുന്നത്, ശരീരത്തിൻ്റെ മുകളിൽ നമുക്ക് സ്വാതന്ത്ര്യം തന്നിട്ടില്ല. അത് പ്രായമാകുന്നു. ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം. നിങ്ങൾക്കതിനെ പിടിച്ചു നിർത്താൻ ഇതുവരെ മെഡിക്കൽ സയൻസിൽ ഒരു മരുന്ന് കണ്ടെത്തിയില്ല. പലരും പറയുന്നുണ്ട് ഈ മരുന്ന് കഴിച്ചാൽ 10 വർഷം വയസ്സ് കുറയുന്നു. പക്ഷെ അത്ര ഗ്യാരണ്ടി ഒന്നും പറയാൻ പറ്റില്ല. കൂടുതൽ കഴിച്ചാൽ ചിലപ്പോൾ അടിച്ചു പോകാനും സാധ്യതയുണ്ട്. മനസ്സിലായില്ലേ? ഭാര്യ പത്രത്തിലൊരു അഡ്വർടൈസ്മെന്റ് കണ്ട് റിട്ടയർ ചെയ്ത ഭർത്താവിന് കുറച്ച് ടാബ്ലറ്റ് വാങ്ങിച്ചുകൊണ്ടു വന്നു. യൗവനത്തിലേക്ക് തിരിച്ചു വരാൻ ഇത് കഴിക്കുകയാണ്. ഭാര്യയും ഭർത്താവും തമ്മിൽ ഒരു 15 വയസ്സിൻ്റെ ഗ്യാപ്പുണ്ട്. അപ്പോൾ എപ്പോഴും ആളുകൾ ചോദിക്കുക അച്ഛനാണോ എന്നാണ്. ഇത് സഹിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ടാബ്ലറ്റ് വാങ്ങിച്ചുകൊണ്ട് വന്നത്. അപ്പോൾ അതിൽ എഴുതി വരിച്ചിരിക്കുന്നത് ദിവസം 1 കഴിക്കാവുന്ന. ഭാര്യ അതൊന്നും നോക്കാതെ 5 കൊടുത്തു. ഒരാഴ്ച കഴിഞ്ഞതും അദ്ദേഹം ചോദിച്ചു, സ്കൂൾ ബാഗ് എവിടെ പോയിന്ന്. വല്ലാതെ ചെറുപ്പത്തിലേക്ക് പോയി എന്ന് പറയാം. അപ്പോൾ ചിലതൊക്കെ നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല. നിങ്ങൾക്കതിൽ സ്വാതന്ത്ര്യം തന്നിട്ടില്ല. നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തന്നിരിക്കുന്നത് മുഴുവൻ മറ്റൊരാളുടെ മനസ്സിൽ പോലും സ്വാതന്ത്ര്യം തന്നിട്ടില്ല. അതുകൊണ്ടാണ് നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ പകുതി ടെൻഷൻ അങ്ങനെ ഉണ്ടാക്കുന്നത്. കാരണം നിങ്ങളൊക്കെ ശ്രമിക്കുന്നത് ഭാര്യയെ നേരെയാക്കാൻ, ഭർത്താവിനെ നേരെയാക്കാൻ,
മക്കളെ നേരെയാക്കാൻ, സ്കൂൾ ടീച്ചേഴ്സ് ആണെങ്കിൽ കുട്ടികളെ നേരെയാക്കാൻ, അങ്ങനെ പലരെയും നേരെയാക്കാൻ നോക്കി അവസാനം അവർ നേരെയാവും. മനസ്സിലായില്ലേ? നിങ്ങളുടെ നല്ലൊരു സമയം നിങ്ങൾ ചെലവഴിക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ്. ആരോ പറഞ്ഞു, കല്യാണം കഴിഞ്ഞ ഉടനെ ഭാര്യ ഭർത്താവിനെ ഉപദേശിക്കും, അല്ല ഭർത്താവ് ഭാര്യ ഉപദേശിക്കും, എടി അങ്ങനെയല്ല ഇങ്ങനെയല്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ്, അവരോട് അങ്ങനെ സംസാരിക്കരുത്, ഇവരിങ്ങനെ സംസാരിക്കരുത്, അടക്കവും വേണം ഒതുക്കവും വേണം എന്നൊക്കെ. 2 കൊല്ലം കഴിഞ്ഞാൽ ഭാര്യ തിരിച്ച് പറയാൻ തുടങ്ങുന്നതൊക്കെ. ഒരു നാണമില്ലാത്ത മനുഷ്യൻ ഇങ്ങനെയാണോ ഉപദേശിക്കാൻ തുടങ്ങും. ഒരു 2 കൊല്ലം കൂടി കഴിഞ്ഞാൽ പിന്നെ ഇവർ 2 പേരും ചേർന്ന് കുട്ടികളെ ഉപദേശിക്കാൻ തുടങ്ങും. ഒരിക്കലും കുട്ടിയെ ഉണ്ടാവും. ഒരു 10-16 വർഷം കഴിഞ്ഞാൽ കുട്ടി വരെ ഉപദേശിക്കാൻ തുടങ്ങും. കുറേ കഴിഞ്ഞാൽ നാട്ടുകാർ ഇവരെ ഉപദേശിക്കാൻ തുടങ്ങും. ഏറ്റവും കുറേ കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ നാട്ടുകാർ പോലും നന്നാക്കാൻ പറ്റാതെ വരുമ്പോൾ അപ്പോഴവർ സപ്താഹത്തിന് പോകാൻ തുടങ്ങും. മനസ്സിലായില്ലേ? ഞാൻ നിങ്ങളുടെ കാര്യമല്ല പറയുന്നത്, പലരുടെയും കാര്യമാണ് പറയുന്നത്. അങ്ങനെയെങ്കിലും നേരെയാവുമോ നോക്കുക. അപ്പം നമ്മുടെ എഫേർട്ട് മുഴുവൻ നമ്മൾ മറ്റൊരാളെ നേരെയാക്കുന്നതിൽ, മറ്റൊരു മനസ്സിൽ നമുക്ക് സ്വാതന്ത്ര്യമുണ്ടെന്ന് തെറ്റിദ്ധരിക്കുക. നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തന്നിരിക്കുന്നത് ഏതിൽ മാത്രം? നിങ്ങളുടെ മനസ്സിൽ മാത്രം. അതുകൊണ്ട് ഈ ശ്ലോകം നിങ്ങൾ പഠിച്ചു വയ്ക്കണേ. ദിസ് ഇസ് വൺ ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ, വൺ ഓഫ് ദ ഗ്രേറ്റ്. ആരെങ്കിലും ചോദിക്കുകയാണ്, വിച്ച് ഈസ് ദ ഹാർട്ട് ഓഫ് ഭഗവത്ഗീത? ഭഗവത്ഗീതയുടെ ഹൃദയം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയേണ്ട കാര്യം എല്ലാവരും ഓർത്തു വെക്കണേ. ഭഗവത്ഗീതയിലെ 6-ാമത്തെ അധ്യായത്തിൽ 5-ാമത് ശ്ലോകം. ഭഗവത്ഗീത എന്ന് പറഞ്ഞാൽ ഇതായിരിക്കണം നിങ്ങളുടെ മനസ്സിലുള്ള ഒരു ഓർമ്മ. ഏത് മതത്തിനും നിഷേധിക്കാൻ പറ്റാത്ത സത്യം. അതുകൊണ്ടാണ് ഭഗവത്ഗീത ഹിന്ദു ഗ്രന്ഥമല്ലാത്തത്. ഇത് ഹിന്ദുയിസത്തെക്കുറിച്ചല്ല പറയുന്നത്, ഹിന്ദു ഗോഡിനെ കുറിച്ചല്ല പറയുന്നത്. ഇത് പറയുന്നത് യൂണിവേഴ്സൽ ട്രൂത്ത്, ഹ്യൂമൻ വാല്യൂസ്, ഹ്യൂമൻ സയൻസ്. ഇറ്റ് ഈസ് എ സയൻസ് ഓഫ് ദ മൈൻഡ്. നിങ്ങളുടെ മനസ്സിനെ കുറിച്ച് പറയാം, നിങ്ങളുടെ ഫ്രീഡത്തെക്കുറിച്ച് പറയാം. എന്താണ് ശ്ലോകം? ഞാൻ ചൊല്ലുന്നത് ഏറ്റു ചൊല്ലണം. ഉദ്ധരേദാത്മനാത്മാനം നാത്മാനമവസാദയേ ആത്മൈവ ഹ്യാത്മനോ ബന്ധു ആത്മൈവ രിപുരാത്മനാ. The highest management in this world, ഏറ്റവും വലിയ മാനേജ്മെന്റ്, using the freedom where you can execute your freedom. We generally use our freedom where we don't have freedom. ഇതാണ് കമ്മ്യൂണിസത്തിന് പറ്റിയ മിസ്റ്റേക്ക്, കാറൽ മാർക്സിന് പറ്റിയ മിസ്റ്റേക്ക്. അതുകൊണ്ടാണ് കമ്മ്യൂണിസത്തിന് വളർച്ച മുരടിച്ചു പോയത്. ഇറ്റ് വാസ് എ ഗ്രേറ്റ് തിയറി, ബട്ട് അപ്ലിക്കേഷൻ വാസ് റോങ്. സോഷ്യലിസം എന്നുള്ളതായിരുന്നു കമ്മ്യൂണിസത്തിൻ്റെ തിയറി. പക്ഷേ അതിൻ്റെ അപ്ലിക്കേഷൻ വന്നപ്പോൾ ഡയലക്റ്റിക് മെറ്റീരിയലിസം എന്ന് വന്നു. അതായത് ഭൗതികതയിലൂടെ സോഷ്യലിസം. നോക്കണേ, ശ്രദ്ധിക്കൂ നിങ്ങൾ, ഞാൻ കമ്മ്യൂണിസത്തെ കുറ്റം പറയില്ല. ദ വിഷൻ ഈസ് സോഷ്യലിസം. സോഷ്യലിസം മീൻ ഇക്വാനിമിറ്റി. എല്ലാവരെയും ഒരുപോലെയാക്കാം. ഒരിക്കലും എല്ലാവരെയും ഒരുപോലെയാക്കാൻ പറ്റില്ല, അത് വേറെ കാര്യം. എല്ലാവരെയും ഒരുപോലെയാക്കാൻ ആ സന്ധ്യാസമയത്ത് അതിൽ മാത്രമേ സാധിക്കുള്ളൂ. വേറൊരു സാധനത്തിലും ഒരുപോലെയാക്കാൻ പറ്റില്ല. ഈവൻ കമ്മ്യൂണിസത്തിന് പോലും പറ്റിയിട്ടില്ല. സത്യം അതാണ്. നോക്കൂ, നിങ്ങളുടെ സ്വന്തം വീട്ടിൽ നോക്കൂ. നിങ്ങൾ എത്ര പേർക്ക് ധൈര്യമായിട്ട് പറയാൻ പറ്റും, ഞാൻ 2 മക്കളെയും ഒരുപോലെ നോക്കണോ? 100% പറ്റില്ല, ഇംപോസിബിൾ. ചിലവരോട് ഇത്തിരി ഒരു പാർഷ്യാലിറ്റി നിങ്ങളുടെ കോർണർ ഓഫ് ദ മൈൻഡ് വിൽ റിമെയിൻ. ഉണ്ടോ ഇല്ലയോ? ഒരമ്മയാണോ മകനോട് ഇത്തിരി ഒരു സോഫ്റ്റ്നെസ് കൂടിയേ പറ്റുള്ളൂ, മകളെ ഇത്തിരി അധികം ചീത്ത പറഞ്ഞേ പറ്റുള്ളൂ. അച്ഛനാണോ, ഇനി ഞാൻ പറയണ്ട, ഫിൽ ദ ബ്ലാങ്ക്. നിങ്ങൾക്കറിയാം. ശരിയാണോ ഞാൻ പറയുന്നത്?
എല്ലാവരോടും ഒരുപോലെ നമുക്ക് കാണാൻ സാധ്യമല്ല. നിങ്ങൾക്ക് എമംഗ് ദ സിസ്റ്റേഴ്സ് ആൻഡ് ബ്രദേഴ്സ് നമ്മളെല്ലാവരും ഒരുപോലെ കാണുന്നില്ല. ചിലരോട് നമുക്ക് വളരെ ഒരു അടുപ്പമുണ്ടാവും, ചിലരെ നമ്മൾ വളരെ ഒരേ വീട്ടിലാണെങ്കിലും ഇത്തിരി ഡിസ്റ്റൻസ് നമ്മൾ കീപ്പ് ചെയ്യും. കാരണം നാം റിലേഷൻ അല്ല നോക്കുന്നത്, നാം നോക്കുന്നത് മനസ്സുകളിലേക്കാണ്. എവറി മൈൻഡ് ഇസ് ഡിഫറെൻറ്റ്, സോ യു ഹാവ് ടു സീ എവറിത്തിങ് ഡിഫറെൻ്റ്ലി. അത് കമ്മ്യൂണിസം അല്ല, അതിന് വലിയ ഇസം വന്നാൽ സോഷ്യലിസം ഉണ്ടാക്കാൻ പറ്റില്ല. മനസ്സിലായില്ലേ? കാരണം ഓരോ മനസ്സും വ്യത്യസ്തമാണ്. ആണോ അല്ലയോ? ഈവൻ പൊളിറ്റിക്കൽ നേതാക്കന്മാരുടെ വീട്ടിൽ പോലും ഇല്ല സോഷ്യലിസം. പിന്നെയുണ്ടോ പാർട്ടി വേറെ ഭാഗത്ത്? ഞാൻ ഒരു രാഷ്ട്രീയത്തെയും കുറ്റം പറയില്ല. ഐ ആം സീയിങ് ദ ട്രൂത്ത്, വെദർ ഇറ്റ് ഈസ് കമ്മ്യൂണിസം ഓർ എനി അതർ ഇസം. അപ്പോൾ പറഞ്ഞു വരുന്നത്, ഫോർഗെറ്റ് അബൌട്ട് ഇറ്റ്. സോഷ്യലിസം എന്നൊരു കൺസെപ്റ്റ് എല്ലാവരെയും തുല്യമാക്കുക എന്നുള്ളത് ഭൗതികതയിലൂടെ ഒരിക്കലും സാധ്യമല്ല. കാരണം ഭൗതികതയിലൂടെ സോഷ്യലിസം കൊണ്ടുവന്നാൽ പോലും മനസ്സ് ഒരിക്കലും അതിൽ സാറ്റിസ്ഫൈഡ് ആവില്ല. എല്ലാവർക്കും 100 രൂപ തന്നാൽ കമ്മ്യൂണിസം പറയുന്നു സോഷ്യലിസം ആവുന്നു. പക്ഷേ എൻ്റെ മനസ്സിൽ അല്പമൊരു സെൽഫിഷ്നെസ് ഉണ്ടെങ്കിൽ എൻ്റെ അടുത്തിരിക്കുന്നവൻ്റെ 100 രൂപ എങ്ങനെ അടിച്ചു മാറ്റാമെന്നാണ് ഞാൻ നോക്കുക. ശരിയല്ലേ? ഇത് മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? കാരണം ഓരോ മനസ്സും വ്യത്യസ്തമാണെങ്കിൽ, അതിൻ്റെ സ്വഭാവങ്ങൾ വ്യത്യസ്തമാണെങ്കിൽ, ഒരു മനസ്സിനെ പോലെ ചിന്തിക്കാൻ, ഒരു മനസ്സിനെ പോലെ ആയിത്തീരാൻ വേറൊരു മനസ്സിന് ആവുകയില്ല. അതുകൊണ്ട് ഭൗതികതയിലൂടെ ഒരിക്കലും സോഷ്യലിസം ഉണ്ടാക്കാൻ ഈ ലോകത്തിൽ കാറൽ മാക്സിനല്ല, അതിൻ്റെ അപ്പുറത്തുള്ള അപ്പൂപ്പൻ വന്നാലും സാധ്യമല്ല. അതുകൊണ്ടാണ് കമ്മ്യൂണിസം ഫെയിലിയറായി. ഇന്നിപ്പോൾ കമ്മ്യൂണിസം സ്പിരിച്വലിസത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുക. ഞാൻ ആരെയും കുറ്റം പറയല്ല. ഞാൻ കഴിഞ്ഞ ദിവസം കാലിക്കറ്റിൽ സപ്താഹം നടത്തുമ്പോൾ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് അവിടെ വന്നു, ഇപ്പോഴത്തെ വൺ ഓഫ് ദ ലീഡർ. എനിക്ക് അത്ഭുതമായി. മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു നേതാവ് വന്നിട്ട് അദ്ദേഹം തുടങ്ങുന്നത് തന്നെ ഞാൻ പോലും ഷോക്ക്ഡായി. കാരണം ഒരിക്കലും പ്രതീക്ഷിക്കില്ല. പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായ മതിസുന്ദര മന്ദഹാസം. അദ്ദേഹം ആ ശ്ലോകം ചൊല്ലിയിട്ടാണ് തുടങ്ങിയത്. അപ്പം തന്നെ ഞാൻ പറഞ്ഞു കമ്മ്യൂണിസം നേരെയാവേണ്ടതെന്ന്. പോട്ടെ, ഞാൻ പറഞ്ഞു വരുന്നത് കമ്മ്യൂണിസത്തെക്കുറിച്ചല്ല, പറയുന്നത് ഈ മനസ്സെന്ന് പറയുന്ന സാധനം നമുക്ക് ഫ്രീഡം തന്നിരിക്കുന്നത് നമ്മളിലാണെന്ന് സയൻറ്റിഫിക്കായി പണ്ടേ കണ്ടെത്തിയ കൃഷ്ണൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ശ്ലോകമാണ് ഉദ്ധരേതാത്മനാത്മാനം നാത്മാനമവസാദയേ ആത്മൈവ ഹ്യാത്മനോ ബന്ധു ആത്മൈവരിപുരാത്മനാം. നിങ്ങളുടെയൊക്കെ വീടുകളിൽ എഴുതി വെക്കാറുണ്ടല്ലോ, ഗുരുവായൂരപ്പൻ ഈ വീടിൻ്റെ അനുഗ്രഹം എന്നൊക്കെ എഴുതിയിട്ടില്ലേ? ഓരോ വീടുകളിൽ ചെന്നാൽ ആകെ കൺഫ്യൂഷനാണ്. കാരണം ഓരോ മുറിയിൽ ഓരോരുത്തരെ എഴുതി വെച്ചിട്ടുണ്ടാവും. ചോറ്റാനിക്കരമ്മ ഈ വീടിൻ്റെ ഐശ്വര്യം, കാടാമ്പുഴമ്മ ഈ വീടിൻ്റെ അനുഗ്രഹം, അതുപോലെ തന്നെ ഇങ്ങനെ ഓരോരുത്തർ. ഞാനൊരു വീട്ടിൽ ചെന്നപ്പോൾ എനിക്ക് വലിയ വിഷമമായി. ഓരോ മുറിയിലും ഓരോരുത്തരുടെ ഒട്ടിച്ചിട്ടുണ്ട്. അയ്യപ്പൻ്റെ ഒട്ടിക്കാൻ അവിടെ സ്ഥലമില്ലാത്തതുകൊണ്ടാണ് അറിയില്ല, ബാത്റൂമിൻ്റെ മുകളിലാണ് ഒട്ടിച്ചു വെച്ചത്. മനസ്സിലായില്ല? അത് അയ്യപ്പൻ്റെ ഇരിപ്പും അവിടെ ഇരിക്കുന്നവരുടെ ഇരിപ്പൊക്കെ തമ്മിൽ സാമ്യത ഉള്ളത് കൊണ്ടാണ്. ഞാൻ ആ കുട്ടിയോട് ചോദിച്ചു, എന്താ കുട്ട ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിരിക്കുന്നതെന്ന്. പറഞ്ഞു, സ്വാമിജി എവിടെയും ഒരു റൂമിൽ സ്ഥലമില്ല. കാരണം എല്ലാവരുടെ മുറിയുടെ മുന്നിലും ചോറ്റാനിക്കരമ്മയും കാടാമ്പുഴമ്മയും കൊടുങ്ങല്ലൂരമ്മയുണ്ട്. ഗുരുവായൂരപ്പൻ ഫ്രണ്ട് ഡോറിലും പിടിച്ചിട്ടുണ്ട്. ആകെ 4 എണ്ണയുള്ളൂ വീട്ടിൽ. അപ്പം പിന്നെ ബാത്റൂം മാത്രമേ ഫ്രീ ആയിട്ടുള്ളൂ, അവിടെയും കൊണ്ടൊട്ടിച്ച് വെച്ചിരിക്കും. അപ്പം നിങ്ങളൊക്കെ ഈ ഒരു ശ്ലോകം വീട്ടിലൊന്നും ഒട്ടിച്ച് വയ്ക്കും. അതിൻ്റെ ഒരു ചെറിയൊരു വ്യാഖ്യാനവും. എന്താണ് വ്യാഖ്യാനം? നമുക്ക് സ്വാതന്ത്ര്യം നമ്മുടെ മനസ്സിൽ മാത്രം, അതുകൊണ്ട് അതിനെ ഉയർത്താൻ പരിശ്രമിക്കും. യു ഹാവ് ഫ്രീഡം ഓൺ യുവർ ഓൺ മൈൻഡ്, സോ അപ്ലിഫ്റ്റ്. അതിനെ നിങ്ങൾ ഉയർത്തും. വേർ യു ഹാവ് ഫ്രീഡം
there you use your freedom. എവിടെയാണോ ഉള്ളത് അവിടെ ഉപയോഗിക്കൂ. മനസ്സിലാവുണ്ട് നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തന്നിരിക്കുന്നത് പറയൂ സ്വന്തം മനസ്സിലാണെങ്കിൽ ആ മനസ്സിനെ നിങ്ങൾക്ക് ഉയർത്താനുള്ള കഴിവുണ്ട്. എങ്ങനെ ഉയർത്താൻ നമുക്ക് പിന്നീട് നോക്കാം. പക്ഷെ നിങ്ങൾക്ക് കഴിവുണ്ട്. ഉയർത്താൻ കഴിവുണ്ടോ? നിങ്ങൾക്ക് ദുഃഖത്തിൽ നിന്ന് മുക്തരാവാനുള്ള കഴിവുണ്ട്. കാരണം ദുഃഖം എന്നതിന് അർത്ഥം, എനിക്ക് തോന്നുന്നു ലോകത്തിൽ ഇത്ര നല്ല ഡെഫിനിഷൻ ഓരോന്നിനും കൊടുത്തത് ഭാരതീയ ഋഷീശ്വരായിരിക്കും. ദുഃഖത്തിന് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് നോക്കൂ നിങ്ങൾ 6-ാം അധ്യായം ഭഗവത്ഗീതയിൽ 22 തോന്നുന്നു. തം വിദ്യാൽ ദുഃഖ സംയോഗ വിയോഗം യോഗ സപ്തം 22 23. ഈ ശ്ലോകം എടുത്ത് നോക്കൂ നിങ്ങൾ. കൃഷ്ണൻ ദുഃഖത്തെ ഡിഫൈൻ ചെയ്യരുതോ എഴുതി വെക്കണേ. വാട്ട് യു മീൻ ബൈ മിസ്റ്ററി, സോറോ? എന്താണ് ദുഃഖം? ഭഗവാൻ പറയുന്നു ദുഃഖം എന്ന് പറയുന്നത് സംയോഗം എന്നാണ്. തം വിദ്യാൽ ദുഃഖ സംയോഗ, സംയോഗം എന്നാണ് വാക്ക് അർത്ഥം പറഞ്ഞിരിക്കുന്നത്. സംയോഗം എന്ന് പറഞ്ഞാൽ, വളരെ ശ്രദ്ധിക്കുക ഈ വാക്കുകളെ, സംസ്കൃതത്തിൽ സംയോഗം എന്ന് പറഞ്ഞാൽ ഇവിടെ അർത്ഥം ലോക്കിംഗ്. ഇവിടെ അർത്ഥം ഒന്നിൽ ഒരു ചിന്തയിൽ ബന്ധിതരായിരിക്കുക, സംയോഗം ചെയ്യുക. ഏതോ ഒരു പ്രശ്നമുള്ള ചിന്തയിൽ, ഒരു വിഷമമുള്ള ചിന്തയിൽ, ഒരു അസ്വസ്ഥമായ ചിന്തയിൽ, ഒരു ഇറിറ്റേറ്റിംഗ് ചിന്തയിൽ നിങ്ങൾ ബന്ധിതരാണ്. നിങ്ങൾ അതിൽ പുറത്ത് കടക്കാൻ പറ്റാതെ അതിൽ കിടന്ന് ഒട്ടിപ്പിടിക്കുന്നു. സംയോഗമാണ്. യോഗം എന്ന് പറഞ്ഞാൽ ഇവിടെ അർത്ഥം ഒട്ടിപ്പിടിക്കുക. അപ്പം നിങ്ങൾ എന്തെങ്കിലും ഒരു പ്രശ്നം നിങ്ങളെ അലട്ടുന്നു എങ്കിൽ അതിൽ തന്നെ നിങ്ങൾ ഫോക്കസ്ഡ് ആണെങ്കിൽ നിങ്ങൾ ദുഃഖത്തിലാണ്. അപ്പം ദുഃഖം എന്നത് എപ്പോഴും ഒരു എൻട്രാങ്കിൾമെൻറ്റ്, ഒരു ബന്ധനമാണ്. എവിടെയോ നിങ്ങൾ ബന്ധിതരാണ്, ഏതോ പ്രശ്നത്തിൽ നിങ്ങൾ ബന്ധിതരാണ്. അതാണ് നമ്മൾ പറയുക എന്തോ അലട്ടുന്നു എന്നെ എന്ന്. അലട്ടുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ അതിൽ തന്നെ കടന്ന്, ഈ പഴയ ഗ്രാം ഫോണിനുണ്ടല്ലോ, പഴയ നമ്മുടെ CD ഒക്കെ ഇറങ്ങുന്നതിന് മുമ്പുള്ള ഫോൺ, ഈ പണ്ടത്തെ റെക്കോർഡർ, അതിലൊരു വര വീണാൽ പാടിയത് തന്നെ പാടുന്ന പോലെയാണ് ദുഃഖം. പാടിയത് തന്നെ പാടുക, അത് തന്നെ ചിന്തിക്കുക, അത് തന്നെ ചിന്തിക്കുക. അത് ചിന്തിക്കരുത് പറഞ്ഞാൽ അത് തന്നെ ചിന്തിക്കുക. അതുകൊണ്ടാണ് നിങ്ങളൊക്കെ അമ്പലത്തിൽ പോയി പറയുന്നത്, അമ്പലത്തിൽ പോയാൽ മനസ്സിനൊരു സമാധാനമുണ്ട്. നിങ്ങൾക്ക് സമാധാനമേ വേണ്ടൂ. സമാധാനം എന്നുള്ളതിന് നിങ്ങൾ അർത്ഥം മനസ്സിലാക്കിയിട്ടില്ല. സമാധാനം എന്ന് പറഞ്ഞാൽ തൽക്കാലം നിങ്ങൾ ആ ചിന്തയിൽ നിന്ന് മാറുന്നു എന്നർത്ഥം. പക്ഷെ വീണ്ടും നിങ്ങൾ അമ്പലത്തിൽ നിന്ന് പുറത്ത് കടക്കുമ്പോൾ അതേ ചിന്തയിലേക്കാണ് നിങ്ങൾ വരുന്നത്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ചിന്തയിലേക്ക്. ഉദാഹരണത്തിന് നിങ്ങൾ അമ്പലത്തിൽ പോയത് വീട്ടിലെന്തെങ്കിലും പ്രശ്നമായിട്ടാണെങ്കിൽ തിരിച്ചു വരുമ്പം ചെരുപ്പ് കാണാത്ത പ്രശ്നത്തിലായിരിക്കും കുടുങ്ങിയിരിക്കുക. കാരണം ഒരു പ്രശ്നം കഴിഞ്ഞാൽ, അത് നമ്മുടെ അമ്പലങ്ങൾക്കൊക്കെ ആണെങ്കിൽ പ്രത്യേകത, ചെരുപ്പുമായിട്ട് പോയാൽ തിരിച്ചു വരുമ്പോൾ ചിലപ്പോൾ ചെരുപ്പ് ഉണ്ടാവില്ല. ഞാൻ നുണയല്ല പറയണത്. ഒരാൾ ഗുരുവായൂരിൽ ഭജനത്തിന് വന്നു. ഈ പാർട്ടി ദീപാരാധന തൊഴുന്ന സമയത്ത് പുറത്ത് അമ്പലത്തിൻ്റെ കിഴക്കേ ഭാഗത്ത് വലിയ കൽവിളക്ക് പുറത്ത് അവിടെ ഇരുന്നിട്ട് ദീപാരാധന തൊഴുകയാണ്, ഇടത് കൈയിൽ ചെരുപ്പ് വെച്ചിട്ട്. അപ്പം ഇത് കണ്ടപ്പോൾ അടുത്ത് നിൽക്കുന്ന ആളോട്, മാഷ ഇങ്ങനെ ചെയ്യരുത്, മോശമാണ്, തോന്നിവാസം, വൃത്തികേട്, താഴെ ഇട്ടിട്ട് തൊഴു, എന്താ നിങ്ങളീ കാണിക്കുന്നത്? അപ്പം അദ്ദേഹം പറഞ്ഞു, ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് വന്നിരിക്കുകയാണ്, 3 ദിവസത്തേക്ക് വന്നതാണ്, പക്ഷേ 2 ദിവസം 2 ജോഡി ചെരുപ്പ് പോയി, ഇതിപ്പോൾ 3-ാമത്തെ ദിവസം ഇത് കളയാൻ ഞാൻ ഒട്ടും തയ്യാറില്ല. 2 ദിവസം താഴെ ഇട്ടിട്ട് തൊഴുതപ്പോഴേക്കും തിരിഞ്ഞു നോക്കുകയാണ്. അപ്പം മനസ്സിലായി കൃഷ്ണൻ്റെ സ്വഭാവമുള്ളവർ കുറേ അവിടെ ഉണ്ട് എന്ന്. കുട്ടിക്കാലത്തെ വെണ്ണമോഷണവും ബാലമോഷണമൊക്കെ ആയിരുന്നല്ലോ ജോലി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്നാലും അങ്ങനെ ചെയ്യണം, ശരിയാണോ? ഒരു കാര്യം ചെയ്യൂ, ഒരു 250 രൂപ തന്നോളൂ, ഞാൻ താഴെ ഇട്ട് പ്രാർത്ഥിച്ചോളാം. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ എന്താ ചെയ്തോളൂ, 250 രൂപ കൊടുക്കണോ? അപ്പം അദ്ദേഹം പറഞ്ഞു, താങ്കൾ വിഷമിക്കേണ്ട, ഞാൻ ഗുരുവായൂരപ്പനോട് ഒരു കാര്യമേ പറയുള്ളൂ, ഗുരുവായൂരപ്പ എൻ്റെ വീടിൻ്റെ കാര്യം മാത്രം നോക്കിയാൽ മതി, ചെരുപ്പ് ഞാൻ നോക്കിക്കോളാം. കാരണം 2 ദിവസമായിട്ട് അങ്ങേക്കത് നോക്കാൻ പറ്റിയിട്ടില്ല. ഒരു ടെൻഷൻ കഴിഞ്ഞാൽ വേറെ ടെൻഷൻ.
ഒരു പ്രശ്നം കഴിഞ്ഞാൽ വേറൊരു പ്രശ്നം. നിങ്ങളുടെ മനസ്സ് നോക്കൂ, നിങ്ങൾ ഒരു പ്രശ്നം കഴിഞ്ഞാൽ വേറൊരു പ്രശ്നം. നിങ്ങൾ അറിയുന്നില്ല, പ്രശ്നങ്ങളല്ല പ്രശ്നങ്ങൾ, പ്രശ്നത്തിൽ പോയി കുരുങ്ങി നിൽക്കുന്ന, ഒട്ടി നിൽക്കുന്ന മനസ്സാണ് പ്രശ്നം. അതുകൊണ്ട് കൃഷ്ണൻ പറയും, യു ഹാവ് എ ചോയ്സ്, ഐദർ യു ക്യാൻ ലീവ് ലൈക്ക് എ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പട്ടുനൂൽ പുഴുവിനെ കണ്ടിട്ടുണ്ടാവും. ഒന്നുകിൽ നിങ്ങൾക്കൊരു സിൽക്ക് വേമായിട്ട് ജീവിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു സ്പൈഡറായി ജീവിക്കാം, ഒരു എട്ടുകാലിയെ പോലെ ജീവിക്കാം. ഊർണ്ണനാഭി എന്ന് പറയും സാൻസ്ക്രിറ്റിൽ. എന്താണ് എട്ടുകാലിയുടെ പ്രത്യേകത? അതിൻ്റെ ശരീരത്തിൽ നിന്നും വരുന്ന നൂല് കൊണ്ട് ഒരു വലയുണ്ടാക്കി, ആ വലയുടെ മുകളിലിരുന്ന ആഹാരം തേടി ആ വലയിലൊരിക്കലും താൻ ബന്ധിതനാവാതെ ജീവിതം കൊണ്ടു നടക്കുന്ന എട്ടുകാലിയെ എന്തുകൊണ്ട് നമുക്കൊന്ന് ഒരു ആദരിച്ചുകൂടാ? മനസ്സിലാവണ്ടേ നിങ്ങൾക്ക്? 24 ഗുരുക്കന്മാരിൽ ഒരു ഗുരുവാണ് ഉദ്ധവർക്ക് ഉപദേശിച്ചു കൊടുക്കുമ്പോൾ 24 ഗുരുക്കന്മാരിൽ ഒരു ഗുരുവാണ് യഥാ ഊർണ്ണനാഭി സൃജതേ ഗൃണ്ണതേ എന്ന് കൃഷ്ണൻ പറയും. എന്നാൽ പട്ടുനൂൽ പുഴുവിൻ്റെ കാര്യം അങ്ങനെയല്ല. അതിൻ്റെ ഉള്ളിൽ നിന്നും വരുന്ന നൂലുകൊണ്ട് ചുറ്റി 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 അവസാനം അതിൻ്റെ കൂട്ടിൽ തന്നെ പെട്ട് സ്വന്തം ജീവിതം തകർക്കുന്ന ഒരു പട്ടുനൂൽ പുഴുവിനെ പോലെ എത്രയോ ആളുകൾ സ്വന്തം ജീവിതം, സ്വന്തം ചിന്തകളുടെ കൂട്ടിൽ പെട്ട് തകർത്ത് നശിപ്പിക്കും. മനസ്സിലാക്കും. അതിൽ നിന്ന് ഉത്തരം കിട്ടാതെ വരുമ്പോഴാണ് ആത്മഹത്യയിലേക്ക് പോകുന്നത്. എത്രയോ ആളുകളുടെ ജീവിതം അവർ ഡിപ്രഷനിലേക്ക് പോകുന്നു, ടെൻഷനിലേക്ക് പോകുന്നു. ഒക്കെ ഈ ചിന്തകളാണെന്ന് അവരറിയുന്നില്ല. അതുകൊണ്ട് കൃഷ്ണൻ നിങ്ങൾക്ക് നല്ലൊരു രോഗം ഡയഗ്നോസ് ചെയ്യാനുള്ള ഒരു ശ്ലോകം പറഞ്ഞു തരും. എപ്പോഴും ഓർത്തു വയ്ക്കൂ, ക്ഷുദ്രം ഹൃദയ ദൗർബല്യം തെക്തോത്തിഷ്ട പരന്തപ. 2-ാമത്തെ അധ്യായത്തിൽ 4-ാമത്തെ ശ്ലോകമാണ്. ക്ഷുദ്രം ഹൃദയ ദൗർബല്യം തെക്തോത്തിഷ്ട പരന്തപ. നിങ്ങൾ വിചാരിക്കും സ്വാമി ഭാഗവതം പറയാനല്ലേ വന്നത്, എന്നിട്ട് എന്താ ഭഗവത്ഗീത പറയുന്നത്? എന്നെ സംബന്ധിച്ച് ഭാഗവതവും ഭഗവത്ഗീതയും ഒക്കെ ഒന്ന് തന്നെയാണ്. ഇത് തന്നെയാണ് കൃഷ്ണൻ ഉദ്ധവരോട് പറയുന്നത്. തൻ്റെ കൂടെ 100-ലധികം വർഷം ജീവിച്ച ഉദ്ധവരോട് പറയുന്നത്. കൃഷ്ണൻ്റെ ദേഹവിയോഗം താങ്ങാൻ പറ്റാതെ വന്നപ്പോൾ ഉദ്ധവർ മാനസികമായി ഒരു ഡിപ്രഷനിലേക്ക് പോയപ്പോൾ ഉദ്ധവരോട് പറയുന്നത്, നായം ജനോമേ സുഖദുഃഖഹേതു. 11-ാം സ്കന്ധത്തിൽ 23-ാം അധ്യായത്തിൽ 43-ാം ശ്ലോകമാണ് ഈ പറയുന്നത്. നായം ജനോമി. അറ്റ്ലീസ്റ്റ് ഞാൻ പറയുന്നതൊക്കെ എഴുതി വെച്ചാൽ, ശ്ലോകമെങ്കിലും എഴുതി വെച്ചാൽ പിന്നീട് എപ്പോഴെങ്കിലും ഭാഗവതം തുറന്നു നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം. ഇപ്പോൾ നിങ്ങൾക്ക് തുറന്നു നോക്കിയാൽ ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. 11-ാം സ്കന്ധം 23-ാം അധ്യായം 43-ാം ശ്ലോകമാണ് ഈ പറയുന്നത്. നായം ജനോമേ സുഖദുഃഖഹേതു നദേവദാത്മാ ഗൃഹകർമ്മകാല മനഃപരം കാരണമാമനന്തി സംസാരചക്രം പരിവർത്തയേയ. നിങ്ങളെ തകർക്കുന്നത്, തളർത്തുന്നത് ബന്ധങ്ങളോ ബന്ധുക്കളോ വസ്തുക്കളോ മിത്രങ്ങളോ നിങ്ങളുടെ ജോലിയോ ഒന്നുമല്ല. നിങ്ങളെ തളർത്തുന്നത് മുഴുവൻ മനസ്സ് വേണ്ടാത്ത ചിന്തകളിൽ പോയി കുരുങ്ങിക്കിടക്കുന്നു. അതിൽ നിന്ന് നിങ്ങൾക്ക് പുറത്തു കടക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് എന്നും ജീവിതം സുഖമാക്കി തീർക്കണമെങ്കിൽ നിങ്ങൾക്കൊരു സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്. എന്താ സ്വാതന്ത്ര്യം? നിങ്ങളുടെ ചിന്തകളിൽ നിന്നും പുറത്തു കടക്കാനുള്ള ശക്തി. ഈ ശക്തി നിങ്ങൾ ആർജിച്ചാൽ നിങ്ങൾക്ക് മനസ്സമാധാനം വേണ്ട. ശക്തിയുള്ളവരുടെ കൂടെ എന്നും. ഇന്ന് നിങ്ങൾക്ക് അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുമ്പോൾ സുഖം കിട്ടുന്നതിന് കാരണം വാസ്തവത്തിൽ അമ്പലമല്ല നിങ്ങൾക്ക് സുഖം തരുന്നത്. പക്ഷെ ആ എൻവയറമെന്റ്, ആ ഒരു അന്തരീക്ഷം, ആ ഒരു ചുറ്റുപാട്, അലങ്കരിച്ചിരിക്കുന്ന വിളക്കുകളും അലങ്കാരങ്ങളും അതെല്ലാം കാണുമ്പോൾ ഒരു നിമിഷത്തേക്ക് നിങ്ങളുടെ മനസ്സ് നിങ്ങളിൽ നിന്നും അതിലേക്ക് ആകർഷിക്കപ്പെടുമ്പോൾ നിങ്ങളുടെ ദുഃഖങ്ങളെ നിങ്ങൾ അല്പനേരം വിസ്മരന്തി, നിങ്ങൾ വിസ്മരിക്കുന്നു.
പക്ഷെ വീണ്ടും നിങ്ങൾ പുറത്തേക്ക് കടക്കുമ്പോൾ വിസ്മരിച്ചതിനെ വീണ്ടും നിങ്ങൾ സ്മാരയന്തി, വീണ്ടും സ്മരിക്കുന്നു. അപ്പോൾ വീണ്ടും നിങ്ങളുടെ സമാധാനം പോയി. എൻ്റെ ചോദ്യം, ഒരു സ്ഥലത്ത് പോയി നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ ഒന്നിലേക്ക് ആകർഷിപ്പിച്ച് മാറ്റുന്നതാണോ ശരിയായിട്ടുള്ള ജീവിത സുഖം, അതോ സ്വയം മനസ്സിലാക്കിക്കൊണ്ട് സ്വയം നിങ്ങളുടെ മനസ്സിനെ മാറ്റുന്നതാണോ? ശ്രദ്ധിക്കൂ, നിങ്ങൾ ഒരു കുട്ടി കരയുന്ന സമയത്ത് നിങ്ങൾ കളിപ്പാട്ടം ഇട്ട് കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും അതിനെ നിങ്ങൾ ചെയ്യുന്നത് കളിപ്പാട്ടത്തിലേക്ക് അതിൻ്റെ ശ്രദ്ധ ആകർഷിക്കുമ്പോൾ അത് നേരത്തെ കരഞ്ഞ കാര്യത്തെ മറക്കുന്നു. ഒരു വിസ്മരണം വരണം, ആണോ അല്ലയോ? ഒന്നിലേക്ക് ശ്രദ്ധ വരുമ്പോൾ മറ്റൊന്ന് വിടുന്നു. പക്ഷെ വീണ്ടും കുറച്ച് കഴിഞ്ഞാൽ കുട്ടി ആ കളിപ്പാട്ടത്തിൽ ബോറടിച്ച് വീണ്ടും പഴയ കാര്യം ഓർക്കുന്നു. ഒരു കുട്ടി കളിപ്പാട്ടത്തിൽ സുഖം കണ്ടെത്തുന്നതും നിങ്ങളൊരു ക്ഷേത്രത്തിൽ പോയി സുഖം കണ്ടെത്തുന്നതും തമ്മിൽ എന്താണ് വ്യത്യാസം? വാട്ട് ഈസ് ദ മെച്യൂരിറ്റി? ചോദിക്കൂ, നിങ്ങൾ സ്വയം ചിന്തിക്കൂ. അത് ഒരാൾ മദ്യത്തിൽ സമാധാനം കണ്ടെത്തുന്നതും ഒരാൾ അമ്പലത്തിൽ പോയി സമാധാനം കണ്ടെത്തുന്നതും രണ്ടും ഒരു അഡിക്ഷനാണ്. ഞാൻ പറയുന്നത് തെറ്റിദ്ധരിക്കരുത്, നിങ്ങൾ അമ്പലത്തിൽ പോകരുതെന്നും അർത്ഥമെടുക്കരുത്. പറഞ്ഞു വരുന്നത്, അമ്പലം അതിനല്ല വെച്ചിരിക്കുന്നത്. നമ്മുടെ കൺസെപ്റ്റ് തെറ്റിപ്പോയി. കാരണം അമ്പലം വെച്ചിരിക്കുന്നത് അതിൽ നിന്നൊക്കെ നമ്മളെ മാനസികമായി ഉയർത്താനുള്ളൊരു കേന്ദ്രമാണ്. അത് പഠിക്കാൻ നമുക്ക് പിന്നീട് നോക്കാം, ഇപ്പം നമ്മുടെ സമയം അനുവദനീയല്ല. ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങൾക്കെന്നും സുഖമായി ജീവിക്കണമെങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കണം, ദുഃഖം എന്നത് സംയോഗമാണെന്നും സുഖം എന്നാൽ വിയോഗമാണെന്നും. അറ്റാച്ച്മെന്റ് ക്രിയേറ്റ്സ് സോറോ ആൻഡ് ഡിറ്റാച്ച്മെന്റ് ടേക്സ് യു ഇൻ ടു ഹാപ്പിനെസ്. ഇപ്പം നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾക്ക് വിയോഗം ചെയ്യാനുള്ള, വേർപ്പെടുത്താനുള്ള ഇൻ്റലിജൻസ് നിങ്ങൾക്കുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ശക്തിയുണ്ടെങ്കിൽ, നിങ്ങളെ തളർത്താൻ ഒരു അനുഭവത്തിനും സാധ്യമല്ല. സ്വന്തം മനസ്സിനെ അടർത്തിയെടുക്കാനുള്ള കഴിവ്. മനസ്സിലാവുണ്ടോ? ഏതൊക്കെ അസ്വസ്ഥത ചിന്തകളുണ്ടോ ആ ചിന്തകളിലേക്ക് പോകുന്ന മനസ്സിനെ അടർത്തിയെടുക്കുക. ഞാൻ പറയുന്ന വാക്കുകളൊക്കെ ഗംഭീരങ്ങളാണ്, പക്ഷേ ഈ പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. പട്ടുനൂൽ പുഴുവിനെ പോലെ നദാ പറഞ്ഞത്. പുഴു ചുറ്റി 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 അവസാനം പുഴുവിന് പുറത്ത് വരണമെന്ന് വിചാരിച്ചാൽ പോലും പുറത്ത് കടക്കാൻ പറ്റില്ല. ഇതേപോലെയാണ് ചിലർ പറയും, എനിക്ക് ഇതൊന്നൊക്കെ ഒന്ന് പുറത്ത് കടക്കണമെന്നുണ്ട്, പക്ഷെ എനിക്ക് പറ്റുന്നില്ല. ചഞ്ചലം ഹിമന കൃഷ്ണ പ്രമാധീ ഫലവദൃഢം തസ്യാഹം നിഗ്രഹം മന്യേ. 6-ാമത്തെ അധ്യായം ഗീതയിൽ 34-ാമത് ശ്ലോകം. ചഞ്ചലം മനസ്സ് ചഞ്ചലമാണ് കൃഷ്ണ, എനിക്ക് അതിൽ നിന്ന് പുറത്ത് കിടക്കണം എന്ന് ആഗ്രഹമുണ്ട്. തസ്യാഹം നിഗ്രഹം, എങ്ങനെ ഞാൻ ഇതിൽ നിന്നും പുറത്തേക്ക് കടക്കും? ശരിയാണോ പറഞ്ഞത്? എങ്ങനെ ഇതിൽ നിന്ന് പുറത്ത് കിടക്കും? 5000 വർഷം മുമ്പ് ഇതൊക്കെയാ ചോദിച്ച ചോദ്യങ്ങൾ. ഇതന്നെയല്ലേ നമ്മുടെയൊക്കെ പ്രശ്നങ്ങൾ? അന്ന് അർജുനൻ ചോദിച്ച ചോദ്യം നിങ്ങളുടെ ഉള്ളിലൂടെ കടന്നു പോയിട്ടില്ലേ? ഉണ്ടോ ഇല്ലയോ? എൻ്റെ മനസ്സിൽ വേണ്ടാത്ത ചിന്തകളുണ്ട്, എങ്ങനെ ഞാൻ ഇതിൽ നിന്നൊന്ന് പുറത്ത് കടക്കുന്നുള്ളത് നോക്കൂ. അതുകൊണ്ടാണ് ഈ ഗീതയ്ക്കുള്ളൊരു പ്രസക്തി. ഗീത എന്നുള്ളത് ഒരു അർജുനനും കൃഷ്ണനും എന്നുള്ള സംവാദമല്ല. ഇറ്റ് ഈസ് എ കമ്മ്യൂണിക്കേഷൻ അബൌട്ട് ദ മൈൻഡ്, ടു മൈൻഡ്. One mind is the realized mind, one mind is a matured mind, one mind is a spiritual mind. That mind we call Krishna, and the other mind is a confused mind, other mind is disturbed mind, other mind is tensed mind, we call Arjuna. So the Krishna and Arjuna is it internal, it is always there. അന്നുമുണ്ട് ഇന്നുമുണ്ട്. എപ്പോഴൊക്കെ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണോ, എപ്പോഴൊക്കെ നിങ്ങൾ ഡിസ്റ്റർബ്ഡ് ആണോ, എപ്പോഴൊക്കെ നിങ്ങൾ അസ്വസ്ഥരാണോ, നിങ്ങളുടെ മൈൻഡ് അർജുന മൈൻഡാണ്. എപ്പോഴൊക്കെ നിങ്ങൾ നിങ്ങളുടെ പ്രശ്നത്തിൽ നിന്ന് ഉയരുന്നുണ്ടോ, സ്വയം ഉയരുന്നുണ്ടോ, അപ്പോഴൊക്കെ നിങ്ങൾ പറയൂ ഒരു കൃഷ്ണ മൈൻഡാണ്. നിങ്ങൾ കൃഷ്ണൻ എന്ന രൂപത്തിന് പ്രാധാന്യം കൊടുക്കരുത്. രൂപം എന്നതല്ല. നോക്കൂ, ഞാനിതൊക്കെ പറയുമ്പോൾ എൻ്റെ രൂപമല്ല പറയുന്നത്, ആണോ? രൂപം എന്നത് ഞാൻ ചിന്തിക്കുന്നതിനെ വാക്കുകളാക്കാനുള്ള ഒരു ഇൻസ്ട്രുമെൻ്റ് മാത്രമാണ്. ശരിയാണോ അല്ലയോ? ഇതുപോലെ കൃഷ്ണൻ ഇപ്പോൾ ഇവിടെ ഇരുന്ന് പ്രഭാഷണം ചെയ്യുകയാണെങ്കിൽ കൃഷ്ണൻ എന്നൊരു കാർമ്മിക വർണ്ണം അല്ല നമ്മളോട് പ്രഭാഷണം ചെയ്യുന്നത്, ആണോ? അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വന്ന ചിന്തകളെ വാക്കുകൾ എന്താ പറയുക ശബ്ദങ്ങളാക്കാനുള്ള ജോലി മാത്രമേ ഏതിനുള്ളൂ?
ശരീരത്തിനുള്ളൂ. അപ്പം നമ്മൾ കൃഷ്ണനെ ഒരു ശരീരമായി കാണരുത്, നമ്മൾ കൃഷ്ണനെ കാണേണ്ടത് ഒരു ഉയർന്ന മനസ്സായി കാണണം. അങ്ങനെ ആ ഉയർന്ന മനസ്സ് അന്നുമുണ്ട് ഇന്നുമുണ്ട്. നിങ്ങളിലുമുണ്ട് ഒരു കൃഷ്ണ മൈൻഡ്. ചില സന്ദർഭങ്ങളിലൊക്കെ നിങ്ങൾ ഉയരുന്നു. നിങ്ങൾ ദിവസവും ധ്യാനം പരിശീലിക്കുകയാണെങ്കിൽ നിങ്ങൾക്കും ഉയരാം. അപ്പൊ ചോദ്യം ഇതാണ്, എങ്ങനെ നമ്മുടെ അസ്വസ്ഥ ചിന്തകളിൽ നിന്നും നമുക്ക് പുറത്ത് കടക്കാൻ പറ്റും? അതിനാണ് നമുക്ക് ധ്യാനം വേണ്ടത്. ധ്യാനം എന്നാൽ ഡെവലപ്പിംഗ് സ്പിരിച്വൽ അട്രാക്ഷൻ. പ്രോബ്ലം മീൻസ് എ attraction towards a weakness, and the solution is attraction towards the strength. രണ്ട് അട്രാക്ഷനാണ്. ഒന്ന്, പ്രശ്നത്തിലേക്ക് നിങ്ങളുടെ മൈൻഡ് അട്രാക്ട് ചെയ്യുന്നു, അതിൽ തന്നെ കുരുങ്ങിക്കിടക്കുന്നു. നിങ്ങൾക്കതിൽ നിന്ന് പുറത്ത് കിടക്കണമെങ്കിൽ അപ്പോഴും വേണം ഒരു അട്രാക്ഷൻ. ജസ്റ്റ് തിങ്ക്, ഞാൻ പറയുന്നത് നിങ്ങൾ വലിയ ഫിലോസഫി ആയിട്ട് എടുക്കണ്ട. ഒരു കുട്ടി കരയുന്ന സമയത്ത് നിങ്ങൾ എന്തേ കളിപ്പാട്ടം ഇട്ട് കൊടുക്കാൻ കാരണം? പറയൂ. അതിലേക്കൊരു ആകർഷണം വന്നാലേ കുട്ടി മറ്റുള്ള ഒരു ചിന്തയെ വിടുകയുള്ളൂ. എത്രത്തോളം ആകർഷണമുള്ളതാണോ അത്രയും ആ കുട്ടി പഴയ കാര്യം മറന്നിരിക്കും. ആകർഷണമില്ലാത്തൊരു സാധനമാണെങ്കിലോ കുട്ടി കരയണോ? കുട്ടി കരയുന്ന സമയത്ത് നിങ്ങൾ കുട്ടിയെ കൊണ്ടുപോയി അച്ഛൻ്റെ അടുത്തേക്ക് കൊടുക്കണം. ആ കുട്ടിക്ക് അതൊരു അത്ര അട്രാക്ഷൻ ഇല്ലാത്തതാണെങ്കിൽ, അല്ലെങ്കിൽ പുറമേ നിന്ന് വന്ന ഒരാളുടെ കയ്യിലേക്ക് കുട്ടിയെ കൊടുക്കണോ? ആ സമയത്ത് കുട്ടിക്ക് അതിലേക്ക് അട്രാക്ഷൻ തോന്നുമോ? തോന്നില്ല. അപ്പം നിങ്ങൾ എന്തെങ്കിലും ഒരു പശുവിനെ കാണിച്ചോ കാക്കയെ കാണിച്ചോ നിങ്ങൾ പറയുന്ന കമൻട്രി മുഴുവൻ അട്രാക്ഷൻ ഉണ്ടാക്കുന്നതായിരിക്കും. ആയിരിക്കുമല്ലയോ? അപ്പോൾ ഒന്നിലേക്ക് അട്രാക്ഷൻ വന്നാലേ വേറൊന്നിൽ നിന്ന് ഡിസ്ട്രാക്ഷൻ വരികയുള്ളൂ, മനസ്സ് വേർപ്പെടുകയുള്ളൂ. ഇന്ന് നമുക്ക് എന്ത് പറ്റി ചോദിച്ചു കഴിഞ്ഞാൽ, നാം ഒരു ഇന്നർ അട്രാക്ഷൻ ഡെവലപ്പ് ചെയ്തിട്ടില്ല. എപ്പോഴൊക്കെ മനസ്സിൽ പ്രശ്നങ്ങൾ വരുന്നോ അപ്പോഴൊക്കെ നിങ്ങളുടെ മനസ്സിന് അതിന് പുറത്ത് കിടക്കണമെങ്കിൽ അതിനും അപ്പുറത്ത് ആകർഷണമുള്ള ഒന്ന് ഉണ്ടാവണം. ഒരു കഥ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരിക്കലും ചെറിയൊരു 2 വയസ്സുള്ള കുട്ടി അച്ഛൻ രാവിലെ ഓഫീസിൽ പോകാൻ വേണ്ടി എടുക്കണു, ഉമ്മ വയ്ക്കണു. കുട്ടിയെ തോളിൽ വെക്കുന്ന സമയത്ത് അച്ഛനറിയാതെ കുട്ടി അച്ഛൻ്റെ പോക്കറ്റിൽ കൈയിടുന്നു. കൈയിട്ടൊരു 500 നോട്ട് കിട്ടണു. കുട്ടിക്ക് എന്ത് കിട്ടിയാലും അത് വായിലേക്കാണ്. സപ്തരസങ്ങൾ അതിലൂടെ ഒഴുകുന്നു. ഗാന്ധിജി മുഴുവൻ രസത്തിൽ മുങ്ങണു. അച്ഛനാണെങ്കിൽ ഇങ്ങനെ ദേഷ്യം വരുന്നുണ്ട്. 500 നോട്ടാണ് ഇങ്ങനെ കടിച്ച് നശിപ്പിക്കുന്ന ദേഷ്യം ഇങ്ങനെ വരുന്ന സമയത്ത് അമ്മ ഓടിച്ചെന്ന് ഒരു ലഡു എടുക്കുന്നു, കുട്ടിക്ക് കാണിച്ചു കൊടുക്കുന്നു. കുട്ടി ആ ലഡു പിടിക്കുന്നതോടെ 500 നോട്ട് താഴെ. ഇത് തന്നെയാണ് ദുഃഖത്തിൽ നിന്ന് പുറത്ത് കിടക്കാനുള്ള വഴി. നിങ്ങൾ ദുഃഖിക്കുന്നുവെങ്കിൽ ഏതോ 500 നിങ്ങളിങ്ങനെ ചവച്ചരയ്ക്കുന്നുണ്ട്. അതിൽ നിന്ന് നിങ്ങൾക്ക് പുറത്ത് കിടക്കണമെങ്കിൽ ഒരു ലഡുവിലേക്ക് നിങ്ങളുടെ മനസ്സ് പോകേണ്ടതുണ്ട്. ഈ ലഡു പുറത്തുനിന്നല്ല വരേണ്ടത്. ഈ ലഡു നിങ്ങളുടെ ഉള്ളിൽ തന്നെയുണ്ട്. നിങ്ങൾക്കത് കണ്ടെത്തണം. അപ്പം അതിന് 2 കാര്യങ്ങൾ വേണം. ജ്ഞാനവും വേണം, ധ്യാനവും വേണം. എനിക്ക് നിങ്ങളോടൊക്കെ ഉള്ളൊരു അപേക്ഷ, ദിവസവും ഒരു രാവിലെ 5 മണി എന്നുള്ളൊരു സമയമുണ്ടെങ്കിൽ നിങ്ങൾ ഡെയിലി മെഡിറ്റേഷൻ ചെയ്ത് നോക്കൂ. ഞാൻ ഗ്യാരണ്ടി തരാം, ഈ ജന്മം നിങ്ങൾ തളരില്ല. നിങ്ങൾക്ക് ദുഃഖത്തിൽ നിന്നും പുറത്ത് കിടക്കാൻ വഴികളുണ്ടാവും. നിങ്ങളത് പ്രാക്ടീസ് ചെയ്യും. എന്ത് വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പം ചോദിക്കും നിങ്ങൾ ധ്യാനം ഡെയിലി നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. 6 മണിക്ക് വരുന്നവർക്കൊക്കെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. നിങ്ങളൊക്കെ വരൂ. എന്നും എത്താൻ പറ്റാത്തവർ, ഞാൻ അതിനു വേണ്ടി കുറേ റിസർച്ച് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. എങ്ങനെയാണ് എല്ലാവരും ഇന്ന് മെഡിറ്റേഷൻ ചെയ്യിപ്പിക്കുകയാണ്. അതിന് വേണ്ടിയിട്ടാണ് നമ്മളൊരു ഗീതയുടെ CD തന്നെ ഇറക്കിയത്, ഭഗവത്ഗീതയുടെ. അടുത്ത കാലത്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ശ്രീ ജയചന്ദ്രൻജി പാടിയ ഭഗവത്ഗീതയുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 25 ശ്ലോകങ്ങളുടെ ഒരു CD നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു CD, അല്ലെങ്കിൽ അത് കിട്ടാനില്ലെങ്കിൽ അത് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം അത്രയും ഞാൻ ഓഫീസിൽ പറഞ്ഞിട്ടുണ്ട്, അത് കൊടുക്കണം, എത്തിക്കണം ആളുകളിൽ. അല്ലെങ്കിൽ പൂന്താനത്തിൻ്റെ മനോഹരമായ വരികൾ അല്ലേ, ശങ്കരാചാര്യരുടെ, അതിൻ്റെ ഒരു പാട്ട് നിങ്ങൾ വയ്ക്കുക. ചെറിയ ശബ്ദത്തിൽ വയ്ക്കുക. വീട്ടിൽ ഒരു മുറിയിൽ
താഴെ വല്ല പുൽപ്പായോ മറ്റേ ഇട്ട് അല്പനേരം ചമ്രം പടിഞ്ഞിരുന്ന് നിവർന്നിരിക്കുക. അങ്ങനെ ഇരിക്കാൻ പറ്റാത്തവർ ചെയറിൽ നിവർന്നിരിക്കുക. ഒരു 5-10 മിനിറ്റ് അതൊന്ന് കേൾക്കുക നിങ്ങൾ. ബസ് നിങ്ങളുടെ മനസ്സ് ക്രമേണ 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 ഉള്ളിലുള്ള പരമാത്മാവിലേക്ക് ആകർഷിക്കും. എത്ര കണ്ട് ആകർഷണം കൂടുന്നുവോ അത്ര കണ്ട് മറുപുറത്ത് വികർഷണവും ഉണ്ടാവും. കാരണം മനസ്സിൻ്റെ പ്രത്യേകത ഒന്നിനോട് ആകർഷിക്കും തോറും വേറൊന്നിൽ നിന്നത് വിട്ടിരിക്കും. നമുക്കറിയാം, പണ്ട് നമ്മൾ അമ്മയെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്നു. വളർന്ന് 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 വരുന്തോറും ആ ആകർഷണം എന്താ നിങ്ങളൊന്നും പറയാത്തേ? കുറഞ്ഞോ കൂടിയോ? കുറഞ്ഞു. നോക്കൂ നിങ്ങൾ, ആദ്യം അമ്മയിലേക്ക് ആകർഷിക്കും, പിന്നെ അച്ഛനിലേക്ക് ആകർഷിക്കും. കാരണം അത് വേണമല്ലോ. അത് കഴിഞ്ഞാൽ കൂട്ടുകാരിലേക്ക് ആകർഷിക്കും. പിന്നെ കോളേജിലെത്തിക്കഴിഞ്ഞാൽ പലരിലും ആകർഷിച്ചു. കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഭർത്താവിലേക്ക് ആകർഷിച്ചു, ഭാര്യയിലേക്ക് ആകർഷിച്ചു. അത് കഴിഞ്ഞാൽ മക്കളിലേക്ക് ആകർഷിച്ചു. ആണോ അല്ലയോ? ഒന്നിനോട് ആകർഷണം കൂടുന്തോറും വേറൊന്നിനോട് ആകർഷണം കുറയും. അപ്പോൾ ധ്യാനത്തിലൂടെ പരമാത്മാവിലേക്ക് ആകർഷിക്കും തോറും, ആരാ പരമാത്മാവെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല, എങ്കിലും ഞാനിവിടെ പറയുകയാണ്, ഒന്നിലേക്ക് ആകർഷണം കൂടുന്തോറും ദുഃഖത്തിൽ നിന്നും വികർഷണം സംഭവിച്ചിരിക്കും. അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്, ദുഃഖം എന്നത് സത്യമാണോ അതോ മനസ്സിൻ്റെ കഴിവ് എന്നതാണോ സത്യം? പറയൂ നിങ്ങൾ. മനസ്സിൻ്റെ കഴിവല്ലേ സത്യം? ആണോ? ദുഃഖം സത്യമല്ല. വെറുതെ അതുകൊണ്ടാണ് ചിലരൊക്കെ ദുഃഖിക്കുമ്പോൾ നമുക്ക് സങ്കടം തോന്നുന്നത്. ഹൗ ഫൂളിഷ്ലി ദേ സ്പോയിൽ ദിയർ ലൈഫ്. മനസ്സിലാവുണ്ടോ? നിങ്ങളുടെ സമയം നിങ്ങൾ വേസ്റ്റ് ചെയ്യരുത്. ഡോണ്ട് ലുക്ക് അറ്റ് അതേഴ്സ് ആൻഡ് എന്താ പറയുക, എക്സ്പെക്ട് സിമ്പതി. ആരെടുത്തുനിന്ന് പ്രതീക്ഷിക്കരുത്. ചിലവരൊക്കെ അങ്ങനെ ജീവിച്ച ജീവിതം കളയണം. അതാണ് പ്രായമായവരൊക്കെ അവഗണിക്കപ്പെടേണ്ടി വരുന്നത്. വിഷമങ്ങൾ പറഞ്ഞ്, ദുഃഖങ്ങൾ പറഞ്ഞ്, പ്രയാസങ്ങൾ പറഞ്ഞ്. മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ചെറുപ്പക്കാരനെ കണ്ടു. ഒരു 10-22 വയസ്സുള്ള പയ്യൻ, എൻജിനീയറിംഗ് കോളേജിൽ പഠിക്കുകയാണ്. ഇപ്പോൾ കോഴ്സ് കഴിഞ്ഞു, പക്ഷെ പല പേപ്പറും തോറ്റിരിക്കുകയാണ്. സ്വാമിജി ഞാൻ പറഞ്ഞ എനിക്കൊന്ന് കൊടുക്കാൻ തോന്നിയതിന്. ശരി, എൻജിനീയറിംഗ് കഴിഞ്ഞ പയ്യൻ 10-23 വയസ്സുള്ള ആള് തോറ്റു, 1-2 പേപ്പർ തോറ്റു. ഞാൻ പറഞ്ഞു, നീ ഇങ്ങനെ കരയുകയാണെങ്കിൽ, ഇതാണ് നിന്റെ അവസ്ഥയെങ്കിൽ നീ പോയി നോക്കൂ. നമ്മുടെ പല മിനിസ്റ്റർമാരും സ്കൂളിൽ തന്നെ കണ്ടിട്ടില്ലേ അവർ? എന്നിട്ടും അവരെത്ര ഗംഭീരമായിട്ട് രാജ്യം ഭരിക്കുന്നു. മനസ്സിലായില്ലേ? നീ ഇങ്ങനെ ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ തോറ്റ പയ്യ ഇങ്ങനെ കരയേണ്ട കാര്യമുണ്ടോ? ആ ഒരു ചിന്തനത്തിൽ നിന്നും പുറത്ത് കടക്കാൻ സാധിക്കുന്നില്ല. ഇതാണ് നമ്മുടെ കുട്ടികളെയൊന്നും മെഡിറ്റേഷനൊക്കെ പരിശീലിപ്പിക്കാതെ വന്നാൽ മിക്കവാറും കുട്ടികളുണ്ടല്ലോ, എനിക്ക് ചിലപ്പോൾ തോന്നും, പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞു ആത്മഹത്യ ചെയ്തു എന്നൊക്കെ പേപ്പറിൽ വരാറില്ലേ? അതുപോലെ കുടുംബജീവിതം തകർന്നു, പ്രശ്നമുണ്ടായി, ആത്മഹത്യ ചെയ്തു എന്ന് പറയുമ്പോൾ ഇതിനൊക്കെ അച്ഛനമ്മമാരുടെ പേരിലും കൂടെ കേസെടുക്കണം എന്ന് തോന്നുന്നു ചിലപ്പോൾ. കാരണം ഒന്നും പഠിപ്പിക്കാതെ എങ്ങനെ അവരുടെ ജീവിതം നേടിയവ? ദുഃഖത്തിൽ നിന്നും പുറത്ത് കടക്കാനുള്ള കഴിവ് കൂടെ കുട്ടികളെ പഠിപ്പിക്കേണ്ടതുണ്ടോ? ഉണ്ടോ? ഒരു പ്രശ്നം വന്നാൽ അതിൽ നിന്നും പുറത്ത് കടക്കാനുള്ള ഒരു കഴിവ് കൂടെ ഉണ്ടെങ്കിൽ ഒരു പ്രശ്നത്തിനും നമ്മളെ മാനസികമായി തളർത്താൻ സാധ്യല്ല. അപ്പം എങ്ങനെ ദുഃഖത്തിൽ നിന്ന് പുറത്ത് കടക്കാൻ സാധിക്കും? ഒരു വശത്ത് ആകർഷണം ഉണ്ടാക്കണം. ഏതിനോട് ആകർഷണം ഉണ്ടാക്കണം എന്നത് അറിയണം. അതാണ് സത്സംഗം എന്ന് പറയുന്നത്, അതാണ് ജ്ഞാനം എന്ന് പറയുന്നത്. ഇതാണ് ഇപ്പം ജ്ഞാനം നിങ്ങളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏതിനോട് ആകർഷണമുണ്ടെങ്കിലാണ് മനസ്സ് അതിലേക്ക് ആകർഷിച്ച് ദുഃഖത്തിൽ നിന്നും പറയൂ പുറത്ത് കടക്കാൻ സാധിക്കുക. അപ്പം അതിന് നമ്മൾ കൂടുതൽ ഏതിനെക്കുറിച്ച് അറിയണം? നമ്മളെക്കുറിച്ച് അറിയണം. ഇനി പറയുന്നത് വളരെ ശ്രദ്ധിക്കലേ, വളരെ ശ്രദ്ധിച്ചാലേ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ വളരെ തെറ്റായി ഉപയോഗിച്ച വാക്കാണ് ഈശ്വരൻ, ദൈവം എന്നൊക്കെയുള്ളത്. ഏറ്റവും തെറ്റായി ഉപയോഗിക്കപ്പെട്ട വാക്കാണ്. സങ്കടം തോന്നും നമ്മുടെ ഹിന്ദുക്കൾ പറയുന്നത് കേട്ടാൽ. നമുക്ക് വലിയ വിഷമം തോന്നും. കാരണം തീരെ ആത്മീയ ബോധമില്ലാതെ പോയല്ലോ നമ്മൾ. മിക്കവാറും ആളുകൾ പറയും 33 കോടി ദൈവങ്ങളുണ്ടെന്ന്. ഉണ്ടല്ലോ? ഉണ്ടോ? എത്ര പേര് 33 കോടി ദൈവങ്ങളുണ്ടെന്ന് പറയുന്നവരുണ്ടെന്ന് കൈപ്പൊക്കും?
നാണെന്നും വിചാരിക്കണ്ട, കൈ പൊക്കിക്കോളൂ. കുറേ പേരുണ്ട്, 33 കോടി ദൈവങ്ങൾ. കണ്ടിട്ട് പറയുകയാണല്ലോ, ദൈവം ഒന്നേ ഉള്ളൂ എന്ന് പറയുന്നവർ എത്ര പേരുണ്ട്? കുറേ പേരുണ്ട്. ദൈവം എല്ലായിടത്തും ഉണ്ടെന്ന് പറയുന്നവർ എത്ര പേരുണ്ട്? മുസ്ലിം മതം അതാ പറയുന്നത്, കുറേ പേരുണ്ട്. ദൈവം എല്ലായിടത്തും ഉണ്ടെന്ന് പറയുന്നവര് വിഡ്ഢികളാണ്. ദൈവം ഒന്നേ ഉള്ളൂ എന്ന് പറയുന്നവര് പരമവിഡ്ഢികളാണ്. ദൈവം 33 കോടി ഉണ്ടെന്ന് പറയുന്നത് പമ്പര വിഡ്ഢികളാണ്. ഇനിയൊന്നും പറയണ്ടല്ലോ. ഇനി നിങ്ങൾ പറയരുത് ഈ വാക്ക്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വിഡ്ഢികൾ തന്നെ വിളിക്കുന്നത്. ഇതൊന്നും എൻ്റെ വാക്കുകളല്ലേ, ഞാൻ കൃഷ്ണൻ പറഞ്ഞതിനെ റിപ്പീറ്റ് ചെയ്യുന്നു. മൂഢ എന്നൊരു വാക്ക് കൃഷ്ണൻ ഉപയോഗിച്ചിട്ടുണ്ട്. അവജാനന്തിമാം മൂഢ. മൂഢ എന്ന് പറഞ്ഞാൽ വിഡ്ഢി എന്ന് കൃഷ്ണൻ നമ്മളെ വിളിച്ചിട്ടുണ്ട്. അപ്പം പിന്നെ ധൈര്യമായിട്ട് എനിക്കും വിളിക്കാം. കൃഷ്ണന്റെ വാക്കാണ്. ഗീതയിൽ 9-ാം അധ്യായത്തിൽ 11-ാം ശ്ലോകത്തിൽ കൃഷ്ണൻ നമ്മളെ വിളിക്കും അവജാനന്തിമാം മൂഢ എന്നൊരു വാക്ക്. എന്താ അങ്ങനെ പറയുന്നത്? മനസ്സിലാക്കൂ നിങ്ങൾ, വിഡ്ഢിത്തം ഇനി ആരോടും പറയരുത്. കാരണം ഇതൊക്കെ വാസ്തവത്തിൽ ഉണ്ടല്ലോ, ഒരു 2000 years നമുക്ക് നമ്മുടെ കൾച്ചർ നഷ്ടപ്പെട്ടു. നമ്മൾ വളരെയധികം ക്രിസ്ത്യൻ കൾച്ചർ നമ്മളെ സ്വാധീനിച്ചു. അതുകൊണ്ടാണ് നിങ്ങൾ ദൈവം ഒന്നേ ഉള്ളൂ. കാരണം ഇതൊക്കെ അവരുടെ തോട്ട്സാണ്. ഒന്നേ ഉള്ളൂ മുസ്ലിം തോട്ട്സാണ്. ഈശ്വരൻ എല്ലായിടത്തും ഉണ്ട്, ഇതൊക്കെ ഉള്ള തോട്ട്സ് അവരുടെയാണ്, നമ്മുടെ അല്ലത്. നമ്മുടെ ഋഷീശ്വരന്മാര് ഈശ്വരനെ കുറിച്ച് പറയുമ്പോൾ ഉപയോഗിക്കുന്ന വാക്ക്, ഉപയോഗിച്ച മന്ത്രം, പറയുന്ന മന്ത്രം, ഇത് മറക്കരുത്, തത്വമസി എന്നുള്ളതാണ്. ഈശ്വരൻ എന്നൊരു വാക്ക് നിങ്ങൾ പറയുമ്പോൾ, ചിന്തിക്കുമ്പോൾ അപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ തെളിഞ്ഞു വരണം ഏത്? തത്വമസി. എവിടെ എഴുതി വെച്ചിരിക്കുന്നു? ശബരിമലയിലല്ല, അത് വേദമന്ത്രമാണിത്. അതൊരു ഉപനിഷത്ത് മന്ത്രമാണ്. മനസ്സിലായില്ലേ? തത്വമസി എന്ന് എഴുതി വെച്ച് ശബരിമലയിലാന്ന് എഴുതി വെക്കരുത് നിങ്ങൾ. ഇതാരോ പറഞ്ഞതുപോലെയാണ്. ഈ കൗസല്യ സുപ്രജ രാമ പൂർവ സന്ധ്യ പ്രവർത്തത എന്നൊരു ഇതുണ്ടല്ലോ, ഇതാരാ പറഞ്ഞതെന്ന്? MS സുബലക്ഷ്മി എന്ന്. മനസ്സിലായില്ലേ? കുറേ കഴിഞ്ഞാൽ നിങ്ങൾ പറയാം MS സുബലക്ഷ്മിയാണ് എന്താണ് വിഷ്ണു സഹസ്രനാമം പറഞ്ഞതെന്ന്. കാരണം മിക്കവാറും അമ്പലത്തിൽ MS സുബലക്ഷ്മിയുടെ ഇതാണല്ലോ വെക്കുക. എന്താ പറയുക, വിശ്വം വിഷ്ണു വഷക്കാരോ ഭൂത ഭവ്യഭവൽ പ്രഭു എന്നുള്ളത്. അപ്പോൾ പറഞ്ഞു വരുന്നത്, തത്വമസി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഗ്രഹിക്കൂ നിങ്ങൾ. അതായത് ഈശ്വരൻ എന്ന വാക്ക്, ദൈവം എന്ന വാക്ക്, പരമാത്മാ എന്ന വാക്കിനർത്ഥം പൂർണ്ണബോധം എന്നാണ് അർത്ഥം. ഇൻഫൈനൈറ്റ് കോൺഷ്യസ്നസ്, പൂർണ്ണബോധം. ഈ വാക്ക് അങ്ങനെ തന്നെ പഠിച്ചു വയ്ക്കണം. അതുകൊണ്ടാണ് ഋഷീശ്വരന്മാര് പൂർണ്ണമത പൂർണ്ണമിതം പൂർണ്ണാൽ പൂർണ്ണമുദശ്യതേ, പൂർണ്ണം എന്നൊരു വാക്ക്, ഇൻഫിനിറ്റ്, പൂർണ്ണത. ഈ പ്രപഞ്ചത്തിൽ സത്യം എപ്പോഴും 2 തലത്തിലാണ് നിൽക്കുന്നത്. ഒന്നത് പൂർണ്ണതയിൽ നിൽക്കും, രണ്ടത് അതിൻ്റെ അംശമായി നിൽക്കും, ഭാഗമായി നിൽക്കും. ഇന്ന് വേണമെങ്കിൽ നമുക്ക് കുട്ടികൾക്ക് നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റിയ ഒരു മന്ത്രമാണ് തത്വമസി എന്നുള്ളതിന് വേറൊരു വ്യാഖ്യാനം. ഇന്നത്തെ മോഡേൺ സയൻസിൻ്റെ വ്യാഖ്യാനം നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാം E=mc². ഇന്ന് നിങ്ങൾക്ക് അങ്ങനെ പറഞ്ഞു കൊടുക്കാം. തത്വമസി എന്ന് ആൽബർട്ട് ഐൻസ്റ്റീൻ പറയുമ്പോൾ തത്വമസി എന്നുള്ളത് E=mc². കാരണം എനർജി എന്നത് പൂർണ്ണതയാണ്. അതിൻ്റെ ഭാഗമാണ് മാസ്, mc², മാസ്. അതായത് സത്യത്തിനെപ്പോഴും 2 മുഖമുണ്ട്. ഒന്നത് പൂർണ്ണതയിൽ നിൽക്കുന്നു, രണ്ടതിൻ്റെ അംശം അഥവാ ഭാഗം, അതിൻ്റെ പാർട്ട്. ഇതിനെ നമ്മുടെ ഋഷിമാർ വിളിച്ച പേരാണ് പരമാത്മാ, ജീവാത്മാ. ഇത് നല്ലവണ്ണം ഗ്രഹിക്കണേ നിങ്ങൾ, എന്നാലേ നിങ്ങൾക്ക് പിടികിട്ടുള്ളൂ. ഞാൻ പറയുന്നു, നമ്മുടെ ശരീരം ഭൂമിയിലെ ആഹാരം കഴിച്ചു വന്നതാണ്. ആണോ അല്ലയോ? നിങ്ങളെന്താ പമ്പ് സൈക്കിൾ ട്യൂബിൽ അടിക്കുന്ന പോലെ അടിക്കുന്നുണ്ടോ? ഇഡ്ഡലിയും സാമ്പാറൊക്കെ കഴിച്ചിട്ടാണ് നിങ്ങളുടെ ശരീരം ഈ രൂപത്തിലായിരിക്കുന്നത്. ആണോ? കഴിച്ച പുട്ടും കടലയും എവിടെയുണ്ട് ചോദിച്ചാൽ നിങ്ങൾക്ക് കാണിച്ചു കൊടുക്കാം. ഇതൊക്കെ തന്നെയാണത്. അപ്പം ഭൂമിയിൽ ഉണ്ടായ ആഹാരം കഴിച്ചുണ്ടായ ശരീരം
ഈ ശരീരം ഭൂമിയുടെ ഒരു ഭാഗമല്ലേ? ഇത് നിലനിൽക്കുന്നതും ഭൂമിയിലാണ്. അവസാനം ഈ ശരീരം തിരിച്ചു പോകുന്നതും ഭൂമിയിലേക്കാണെങ്കിൽ എൻ്റെ ചോദ്യം, ശരീരവും ഭൂമിയും ഇത് രണ്ടും ഒന്ന് പൂർണ്ണവും മറ്റൊന്ന് ഭാഗവും അല്ലേ എന്നാണ്. ഏതാണ് പൂർണ്ണം? പറയൂ. ഭൂമി പൂർണ്ണവും ശരീരം ഭാഗവും. അപ്പൊ ശരീരത്തെ നാം ജീവാത്മാ എന്ന് വിളിച്ചാൽ ഏതിന് നിങ്ങൾ പരമാത്മാ എന്ന് വിളിക്കണം? ഭൂമിയെ പരമാത്മാ എന്ന് വിളിക്കണം. അപ്പൊ പരമാത്മാ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വേറെ അർത്ഥങ്ങളൊന്നും എടുക്കരുത്. പരമാത്മാ, ദൈവം, ഈശ്വരൻ എന്നൊക്കെ വാക്കിൻ്റെ അർത്ഥം പൂർണ്ണത എന്നെടുത്തെടുക്കണം. അത് പല തലങ്ങളിലാണ് ആ പൂർണ്ണത. ഒന്നുകൂടി നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം. നാം ശ്വസിക്കുന്ന വായു, ഉള്ളിലേക്ക് കടന്നു വരുന്ന വായു, പുറമേയുള്ള പൂർണ്ണ വായുവിൻ്റെ ഒരു അംശം അല്ലേ? ആണോ അല്ലയോ? പുറമേയുള്ള വായുവിനെ നിങ്ങൾ പരമാത്മാ എന്ന് വിളിച്ചാൽ, കാരണം പൂർണ്ണമാണ്. ഉള്ളിലുള്ള വായുവിനെ നിങ്ങൾ എന്ത് വിളിക്കണം? ജീവാത്മാ. ഈ രണ്ട് തലത്തിലേ വായു നിൽക്കുന്നുള്ളൂ. ഒന്നുകിൽ ഒരേ സമയത്ത് പൂർണ്ണമായും, ഒന്നുകിലല്ല, അത് ഒരേ സമയത്ത് പൂർണ്ണമായും അംശമായി നിൽക്കുന്നു. എന്നും എപ്പോഴും പരമാത്മാവുമുണ്ട്, ജീവാത്മാവുണ്ട്. ഇനിയൊരു പടി കൂടെ കടക്കാം. ശരീരം ഭൂമിയുടെ അംശമാണ്, ഉള്ളിലെ വായു പുറമേയുള്ള വായുവിൻ്റെ അംശമാണ്. എങ്കിൽ നിങ്ങളുടെ മനസ്സും അതും ഒരു അംശമാണ്, ഭാഗമാണ്. ഏതിൻ്റെ ഭാഗം? ഏതിൻ്റെ അംശം? ശ്രദ്ധിക്കൂ, നിങ്ങൾ വളരെ ശ്രദ്ധിച്ചാലേ പിടികിട്ടുള്ളേ. ശരീരം ഭൂമിയുടെ ഭാഗമാണ്. അതുകൊണ്ട് ശരീരം എപ്പോഴും ഭൂമിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ശരീരത്തിനൊരിക്കലും ഒരു ഇൻഡിപെൻഡന്റ് എക്സിസ്റ്റൻസ് ഇല്ല. ഇറ്റ്സ് ഓൾവേസ് കണക്റ്റഡ് ടു ദ എർത്ത്. എർത്ത് എന്ന് ഞാൻ പറയുമ്പോൾ ഈ എർത്ത് എന്ന് അർത്ഥം എടുക്കരുത്, പൂർണ്ണതയുമായിട്ട്. അംശം എപ്പോഴും പൂർണ്ണതയുമായി, പറയൂ, ഈ വാക്ക് നിങ്ങൾ മറക്കരുത്, ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന്. കണക്റ്റഡ് ആണ്. നിങ്ങളുടെ ശരീരത്തിന് ഈ ഭൂമിയുടെ ഗ്രാവിറ്റിയിൽ നിന്നും മാറി നിൽക്കാൻ സാധ്യമല്ല. നിങ്ങൾ പ്ലെയിനിൽ സഞ്ചരിച്ചോ, അപ്പോഴും നിങ്ങൾ ഗ്രാവിറ്റിയിലാണ് നിൽക്കുന്നത്. ഈവൻ സ്പേസിൽ പോയാൽ പോലും അവിടെ ഗ്രാവിറ്റിയെ ഓവർകം ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ ആയിട്ട് പോകണം. വേണോ? ഓക്സിജനും ചൂടും മറ്റുള്ള സാധനങ്ങളൊക്കെ അവരുടെ ഉണ്ട്. എപ്പോൾ അതൊക്കെ സ്റ്റോക്ക് തീരുന്നോ അതിനു മുമ്പ് അവർ തിരിച്ച് ഭൂമിയിൽ എത്തിക്കില്ലെങ്കിൽ ആളെ അടിച്ചു പോകും. ഈ ഗ്രാവിറ്റിയിൽ എപ്പോഴും കണക്ട് ചെയ്തിരിക്കുന്നു ശരീരം. ശരിയാണോ? ഇതുപോലെ ഉള്ളിലുള്ള വായു പുറമേയുള്ള വായുവുമായി, പറയൂ, കണക്ട് ചെയ്തിരിക്കുന്നെങ്കിൽ ജീവാത്മാവും പരമാത്മാവും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു എങ്കിൽ നിങ്ങളുടെ മനസ്സ് അംശമാണെങ്കിൽ ആ അംശമായൊരു മനസ്സ് പൂർണ്ണമായിരിക്കുന്ന ഒരു പരമാത്മാവിനോട്, പറയൂ, ബന്ധപ്പെട്ടിരിക്കുന്നു. മനസ്സ് എവിടെയുണ്ടോ അവിടെ ആരുമുണ്ടായിരിക്കണം. ശരീരം എവിടെയുണ്ടോ അവിടെ ഭൂമിയും ഉണ്ടായിരിക്കണം. ഉള്ളിലെ വായു എവിടെയുണ്ടോ പുറമേയുള്ള വായു ഉണ്ടായിരിക്കണം. എങ്കിൽ നിങ്ങളുടെ മനസ്സെവിടെയുണ്ടോ അവിടെ തന്നെ ആരുമുണ്ടായിരിക്കണം? പൂർണ്ണമായൊരു പരമാത്മാവ്. ആ പരമാത്മാവ്, മനസ്സിൻ്റെ പരമാത്മാവ്, ശ്രദ്ധിക്കണേ പറയണത്, മനസ്സ് ബോധശക്തിയായതുകൊണ്ട് മനസ്സിൻ്റെ പരമാത്മാവും എന്തായിരിക്കണം? അനന്ത ബോധശക്തിയാണ്. അതുകൊണ്ട് ഋഷിമാർ അതിനെ വിളിച്ചു പ്രജ്ഞാനം ബ്രഹ്മ. ഈശ്വരൻ എന്നത് മറ്റു മതങ്ങൾ പറയുന്ന പോലെയല്ല ഭാരത മതം പറയുന്നത്, ഭാരത സംസ്കാരം പറയുന്നത്. ഈശ്വരൻ എന്നതിന് പൂർണ്ണത എന്നാണ് അർത്ഥം. ശരീരത്തിൻ്റെ ഈശ്വരൻ ഭൂമിയാണ്. ഉള്ളിലുള്ള വായുവിൻ്റെ ഈശ്വരൻ, പറയൂ, ഉള്ളിലുള്ള ഈ വായുവിൻ്റെ ഈശ്വരൻ പുറമേയുള്ള വായുവാണ്. ഇതുപോലെ മനസ്സിൻ്റെ ഈശ്വരൻ എന്ന് പറയുന്നത് അനന്ത പൂർണ്ണ ബോധശക്തിയാണ്. അത് എവിടെ തന്നെ ഉണ്ടായിരിക്കണം?
മനസ്സിലായില്ലേ നിങ്ങൾക്ക്? ശരീരവും ഭൂമിയും ബന്ധപ്പെട്ടിരിക്കുന്നു. ഉള്ളിലുള്ള വായുവും പുറമേയുള്ള വായുവും ബന്ധപ്പെട്ടിരിക്കുന്നെങ്കിൽ മനസ്സും അനന്തബോധവും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. ജീവാത്മാവിന് പരമാത്മാവിൽ നിന്ന് വേർപെട്ട് നിൽക്കാൻ സാധ്യമല്ല. ക്ലിയർ ആണോ നിങ്ങൾക്ക്? ഇനി ഞാൻ പറയുന്നത് വളരെ ശ്രദ്ധിക്കണേ, എന്നാലേ നിൽക്കുന്നത് മനസ്സിലാവുള്ളൂ. എല്ലാ ശരീരവും ഒരേ ഭൂമിയിൽ സ്ഥിതി ചെയ്യുന്നു എന്നതാണോ ശരി? അതോ നമുക്ക് ഒരു ഭൂമിയുണ്ട് എന്നതാണോ ശരി? ആലോചിച്ചിട്ട് ഉത്തരം പറയും. എല്ലാ ശരീരവും, നമ്മളൊക്കെ വ്യത്യസ്ത ശരീരമുള്ളവരാണ്, എല്ലാ ശരീരവും ഒരേ ഗ്രാവിറ്റിയിൽ, ഭൂമിയുടെ ഗ്രാവിറ്റിയിൽ നിൽക്കുന്നു എന്നതാണോ ശരി? അതോ ഒരു ഭൂമിയേ ഉള്ളൂ എന്നതാണോ ശരി? കുറച്ചുകൂടി നല്ല ഭാഷ ഏതാണ്? ഒരു ഭൂമിയേ ഉള്ളൂ എന്ന് പറയുന്നതാണോ ശരി? അതോ എല്ലാ ശരീരവും ഒരു ഭൂമിയിലിരിക്കുന്നു എന്ന് പറയുന്നതാണോ ശരി? എല്ലാ ശരീരവും അതല്ലേ ശരി? ആണോ അല്ലയോ? ഒരു വായുവേ ഉള്ളൂ എന്ന് പറയുന്നതാണോ ശരി? എല്ലാവരുടെയും പ്രാണവായു ഇരിക്കുന്നത് ഒരേ വായുവിൽ എന്നതാണോ ശരി? മനസ്സിലാവുണ്ട് നിൽക്ക്. ഇതേപോലെ നമുക്ക് വ്യത്യസ്ത സ്വഭാവമുള്ള മനസ്സുണ്ടെങ്കിലും എല്ലാ മനസ്സുകളും സ്ഥിതി ചെയ്യുന്നത് ഒരേ അനന്തബോധത്തിലാണ്, ഈശ്വരനാണ് ഇരിക്കുന്നത് എന്ന് പറയുന്നതാണോ ശരി? അതോ ഒരു ഈശ്വരനെ ഉള്ളൂ എന്ന് പറയുന്നതാണോ ശരി? എല്ലാ മനസ്സുകളും ഒരേ ഈശ്വരനിൽ ഇരിക്കുന്നു എന്ന് പറയുന്നതാണോ ശരി? ഒരു ഈശ്വരനെ ഉള്ളൂ എന്ന് പറയുന്നതാണോ ശരി? ഏതാണ് ശരി? എല്ലാ മനസ്സുകളും ഒരേ ഈശ്വരനിലാണ് ഇരിക്കുന്നത് എന്ന് പറയുന്ന മന്ത്രമാണ് തത്വമസി. തത് എന്നതിന് അർത്ഥം അത് എന്നാണ് പൊതുവെയെങ്കിലും ഇവിടെ അർത്ഥമാക്കുന്നത് ഒരേ പൂർണ്ണബോധം. ത്വം എന്ന് പറയുന്നത് മനസ്സിനെ സൂചിപ്പിക്കുന്നു. ത്വം തത് അസി, നീ അത് ആകുന്നു എന്ന് പറഞ്ഞാൽ അർത്ഥം, ഇവിടെ നമ്മൾ അർത്ഥം എടുക്കേണ്ടത് നീ എന്നതിന് ഓരോരുത്തരെയും സംബോധന ചെയ്താൽ എല്ലാ മനസ്സുകളും എന്നർത്ഥം. എല്ലാ മനസ്സുകളും സ്ഥിതി ചെയ്യുന്നത് പറയൂ ഒരേ ഈശ്വരനിൽ ആകുന്നു. ഇതങ്ങോട്ട് തലയിൽ കയറാൻ വലിയ പാടാണ്. കാരണം നമ്മൾ എത്രയോ പൊട്ടത്തരം പറഞ്ഞ് ശീലിച്ചു പോയി. ദൈവം ഒന്നാണ്. കാരണം നിങ്ങൾ ഇത്രയും കാലം ദൈവത്തെ കാണാനാണ് ശ്രമിക്കുന്നത്, ദൈവത്തെ അറിയാൻ ശ്രമിച്ചിട്ടില്ല. കൃഷ്ണൻ നമ്മളോട് പറയുന്നത് 3 കാര്യങ്ങളാണ്. നിങ്ങൾ എന്നെ കാണാനാണ് ശ്രമിക്കുന്നതെങ്കിൽ നിങ്ങൾ മൂഢരാണ്. നിങ്ങൾ എന്നെ കാണാനല്ല ശ്രമിക്കേണ്ടത്, അറിയാനാണ്. ഞാൻ 2 ശ്ലോകങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒന്ന് 15-ാം അധ്യായത്തിൽ 10-ാമത് ശ്ലോകം എടുത്തു നോക്കൂ ഗീതയിൽ. ഉക്രാമന്തം സ്ഥിതം വാപി പുഞ്ചാനം വാ ഗുണാന്വിതം വിമൂഢാനാനുപശ്യന്തി പശ്യന്തി ജ്ഞാനചക്ഷുഷ. വിമൂഢ, മൂഢന്മാർക്കെന്നെ പശ്യന്തി, എന്നെ ഇവിടെ കാണാൻ സാധ്യല്ല. എന്നെ എങ്ങനെ മനസ്സിലാക്കണം? പശ്യന്തി ജ്ഞാനചക്ഷുഷ. ഏത് കണ്ണാണ്? അപ്പം നമുക്കൊക്കെ പറ്റിയൊരു അബദ്ധം എന്താണെന്ന് വെച്ചാൽ, നമ്മളൊക്കെ അമ്പലത്തിൽ പോയി കണ്ട് തൊഴുത് പ്രാർത്ഥിക്കുന്നവരാണ്. എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യുന്നത്? 3 വിഡ്ഢിത്തം നിങ്ങൾ ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യുന്നത്? കണ്ട് വന്നു കീഴടക്കി. എന്താ സിനിമയുടെ പേരോ? കണ്ട് തൊഴുത് പ്രാർത്ഥിക്കുന്നവരാണ്. ഇങ്ങനെ പോകുന്നവരൊക്കെ മൂഢന്മാരാണ്. കണ്ട് തൊഴുത് പ്രാർത്ഥിക്കുന്നവരൊക്കെ മൂഢന്മാരാണ്. അതുകൊണ്ടാണ് ഇന്ന് അമ്പലത്തിൽ ഭൂരിപക്ഷ ആളുകൾ മൂഢന്മാരാണ് പോകുന്നത്. മനസ്സിലായില്ലേ? കൃഷ്ണൻ പറഞ്ഞതൊന്നല്ല നിങ്ങൾ ചെയ്യണത്. നിങ്ങൾ ആരൊക്കെയോ എന്തൊക്കെയോ ചെയ്തു, അതൊക്കെ നിങ്ങളും മുമ്പേ ഗമിച്ചിടിന ഗോപു തൻ്റെ പിമ്പേ ഗമിക്കും ബഹു ഗോക്കളല്ല. നമ്മളൊക്കെ അങ്ങനെയുള്ളൊരു കൂട്ടം ആളുകളായി. നിങ്ങളൊന്നും കുറ്റം പറഞ്ഞിട്ടില്ല. കാരണം നമ്മുടെ ആ ഒരു സ്വഭാവം ഉണ്ടല്ലോ, അങ്ങനെ ആയിപ്പോയി. മാറ്റിയെടുക്കാൻ വലിയ പാടാണ്. ചിലർ കാരാസ്കരത്തിൻ ഗുരുപാലിലിട്ടാൽ കാലാന്തരെ കയ്പ് ശമിപ്പതുണ്ട്. അത് വീണ്ടും കഴുകി വൃത്തിയാക്കാൻ ചിലരുടെ മനസ്സിനെ നേരെയൊക്കെ ഈ ജന്മം പറ്റും തോന്നില്ല. അത്ര ഒരു പറഞ്ഞാലും മാറില്ല. ഇതൊക്കെ കേട്ടിട്ടും ചിലർ മാറുന്നില്ല. സങ്കടം തോന്നും.
നമ്മളൊക്കെ ടി വിയിലൂടെ അഘോരം വിളിച്ചു പറയുന്നുണ്ട്, എന്നിട്ടും മാറണ്ടേ, സ്വഭാവം മാറ്റാൻ പറ്റണ്ടേ സ്വാമി. ഇതെന്താ അച്ചാറോ നിങ്ങൾ? മനസ്സിലായില്ലേ? കുറച്ചൊക്കെ ഒരു മാറ്റം വരുത്തൂ നിങ്ങൾ. അമ്പലത്തിലൊക്കെ പോയാൽ കുറച്ചു നേരം ഇരുന്ന് ധ്യാനം ചെയ്യൂ. നമ്മുടെ ഋഷിമാർ അതാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. പ്രാർത്ഥിക്കൂ എന്നൊരു വാക്ക് ഉപയോഗിച്ചിട്ടില്ല അവർ. ഇതൊക്കെ ക്രിസ്ത്യാനികൾ നിങ്ങളെ പഠിപ്പിച്ച വാക്കുകളാണ്, പ്രാർത്ഥിക്കുന്നു. കാരണം അവർക്കാണ് പ്രാർത്ഥിക്കാനുള്ളത്. പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിക്കണേ ഞാൻ പറയുന്നത്, പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ യാചിക്കുക എന്നാണ് അവസ്ഥ. പ്രാർത്ഥിക്കും തോറും നിങ്ങളൊക്കെ ഭീരുക്കളാണ്, ദുർബലരെ പ്രാർത്ഥിക്കുകയുള്ളൂ. ധീരന്മാർ പ്രാർത്ഥിക്കുകയല്ല ചെയ്യുക, ധീരന്മാർ പ്രാപിക്കുകയല്ല ചെയ്യുക. കൃഷ്ണൻ നിങ്ങളോട് പറയുന്നത് ഭീരുക്കളായി പ്രാർത്ഥിക്കാതെ ധീരന്മാരായി പ്രാപിക്കൂ എന്നാണ്. കൃഷ്ണൻ്റെ വാക്കുകളാണ് ഇതൊക്കെ. നിങ്ങൾക്ക് ഭഗവത്ഗീത ഒന്ന് പഠിക്കാൻ പറ്റിയല്ലോ. ഐ ക്യാൻ ഷോ യു. ഭഗവത്ഗീതയിൽ നോക്കൂ നിങ്ങൾ, 2-ാം അധ്യായത്തിൽ 15-ാം ശ്ലോകം എടുത്ത് നോക്കൂ നിങ്ങൾ.